അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ ഇതിൻ്റെ സംഘാടകരെ, എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാരെ, ഇനി അധിക സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നിങ്ങളൊക്കെ 2-2.5 മണിക്ക് ഇരുത്തം തുടങ്ങിയതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുക. ഇതിൻ്റെ പേര് ഇവിടെ അനൗൺസ് ചെയ്തത് എന്താണ് എന്ന് കൃത്യമായി ഓർക്കുന്നില്ല. എന്നിരുന്നാലും ഞാനിട്ട ഒരു പേര് ഈ ലോകവും ഈ കുടുംബവും എന്നാണ്. ഈ ലോകം എന്നാൽ ഇഹലോകം എന്നോ പരലോകം എന്നോ നിങ്ങൾ ധരിച്ചു വായിച്ചേക്കാം. എങ്കിൽ തെറ്റല്ല. ഇവിടെ ഞാൻ പറഞ്ഞ ഈ ലോകം ഇന്നത്തെ ആധുനിക ലോകവും ആധുനിക കുടുംബവും എന്നാണ്. ഈ സ്റ്റാൻഡ് ഫോർ ഇലക്ട്രോണിക്സ് എന്നാണ്. ഇമെയിൽ, ഈ ബിസിനസ്, ഇ കൊമേഴ്സ്, ഈ ബാങ്ക്, ഈ പോർട്ട്, ഈ ലൈസൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അതുപോലത്തെ ഒരു ലോകത്തെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഓരോ ചിത്രങ്ങൾ വെച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് ബോറടിക്കാൻ സാധ്യതയില്ല. കുറേ സമയമായല്ലോ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കും ചെയ്യാം. ഇതിൻ്റെ സംഘാടകരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോൾ നിർത്തണമെന്ന് പറഞ്ഞാലും 10 മിനിറ്റ് മുന്നേ എന്നൊന്ന് സൂചിപ്പിച്ചാൽ മതി, അവിടെ അവസാനിപ്പിക്കാം. അല്ലാതെ ഇത് വളരെ പെട്ടെന്ന് ഓടിച്ചു കൊണ്ടുപോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. പകരം എവിടെയും ബ്രേക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ സെഷൻ അടുത്തൊരു വേദിയിൽ പൂർത്തിയാക്കാം. അതേ നടക്കുള്ളൂ. ഓടിക്കാൻ കഴിയില്ല. അത് ഈ ലോകവും ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ കുടുംബം എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ സൈബർ ലോകവും മൊബൈൽ ലോകവും കമ്പ്യൂട്ടർ ലോകവും ടെലിവിഷൻ ലോകവും അതുപോലത്തെ ലോകത്തെ പറ്റിയാണ്. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് ഹറാമുകൾ ചെയ്യുന്ന ഒരു ലോകമാണ് ഈ ലോകം. ടെക്നോളജിയിലൂടെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കും. അത് നമ്മുടെ ദീനുമായി, ഖുർആനുമായി, ഹദീസുമായി കേട്ട് പഠിച്ചവരാണ് ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും. പക്ഷേ ഇവിടെ ഞാൻ ഹദീസോ ഖുർആനോ തെളിവായി കൊണ്ടുവരില്ല. എല്ലാം കേട്ട് കഴിഞ്ഞവരാ. ആധുനിക ലോകവും അതോടൊപ്പം അതിൻ്റെ ചതിക്കുഴികളും ഞാനിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ഹദീസും ആയത്തുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ടെക്സ്റ്റ് ബുക്കെന്നോ ഇൻ്റർനെറ്റെന്നോ മറ്റൊരു അധ്യാപകൻ എന്നെ പഠിപ്പിച്ചതോ മാത്രം അല്ല. പകരം ഈ മേഖലയിൽ 15 വർഷമായി ജോലി ചെയ്യുന്ന ഒരു ടെക്നിക്കൽ പേഴ്സണും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലെ ഒത്തിരി നുറുങ്ങുകളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത്. മറ്റൊന്നുകൂടി, 15 കൊല്ലമായി ഈ ബിസിനസ്സിലാണ് എൻ്റെ ബിസിനസ്. ഈ ലോകം എന്നത് ഈ ബിസിനസ്സാണ് എൻ്റെ ബിസിനസ്. ഇന്ന് ഹലാലായി കഞ്ഞി കുടിക്കുന്നത് ഈ ബിസിനസ് ചെയ്തിട്ടാണ്, ഇലക്ട്രോണിക് ബിസിനസ് ചെയ്തിട്ടാണ്. അതിൻ്റെ തിന്മകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. അത് എൻ്റെ ബിസിനസ്സിന് ബാധിക്കുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ബാധിക്കും. പക്ഷേ ഇതുവരെ ബാധിച്ചിട്ടില്ല. ഖൈർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബ് അതിനുള്ള നിഅമത്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഞാൻ എത്ര തിന്മകൾ പറഞ്ഞിട്ടും എൻ്റെ കച്ചവടം പുറകോട്ട് പോകണില്ല. സൈബർ കുറ്റകൃത്യങ്ങളും അത് സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് ഓരോന്നായിട്ട് സംസാരിക്കുന്നത്. ഓരോ ഉദാഹരണങ്ങൾ സംഭവിച്ച കഥ വെച്ചാണ് ഇത് ഞാനിവിടെ പറയുന്നത്. തുടങ്ങുമ്പോൾ തന്നെ ഒരു ഖുർആൻ ആയത്ത് വെച്ചാണ് ആരംഭിച്ച്, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. എന്താ കാരണം? തീർച്ചയായും പ്രപഞ്ചനാഥൻ നമ്മയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. കുഞ്ഞു കാലത്ത് തന്നെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്, അതിൽ ഒരു സംശയമില്ല. പക്ഷെ കുട്ടിക്കാലത്ത് എനിക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഒളിഞ്ഞിരുന്ന് മറഞ്ഞിരുന്ന് ചെയ്യുന്നതൊക്കെ എങ്ങനെ കണ്ടെത്തും, അതൊക്കെ കഴിയോ എന്ന് ബുദ്ധിയില്ലാത്ത കാലത്ത് എനിക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കും ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാൽ അതിന് വ്യക്തമായ തെളിവുകളാണ് ഇന്ന് ആധുനിക ടെക്നോളജി പറയുന്നു, മനുഷ്യൻ്റെ ഓരോ ചലനങ്ങളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പറയുന്നതും കേൾക്കുന്നതും പ്രവർത്തിക്കുന്നതും ലോകത്തിൻ്റെ ഏത് കോണിലാണ്, എവിടേക്കാ പോകുന്നത്, ഇരിക്കുകയാണോ കിടക്കുകയാണോ സംസാരിക്കുകയാണോ എന്ന് പോലും ഇന്ന് റെക്കോർഡ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഇന്ന് കമ്പ്യൂട്ടറിലും ഇൻ്റർനെറ്റിലും മൊബൈൽ ഫോണിലും ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ക്യാമറയുടെ ചിത്രം അവിടെ കൊടുത്തത്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ചില കമ്പനിയിൽ കാണാൻ നിങ്ങളെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് ക്യാമറൻ്റെ താഴെ എഴുതി വെച്ചിട്ടുണ്ട്. ടെക്സ്റ്റൈൽസിലും ജ്വല്ലറിയിലും ഒക്കെ ഒരു ക്യാമറ വെച്ചാൽ അവിടെ പോയി നിൽക്കാൻ വലിയ പേടിയാണ്. പിന്നെ തെറ്റൊന്നും ചെയ്യൂല, കളവൊന്നും നടത്തൂല. അതൊന്നും ഇല്ലെങ്കിൽ ഒക്കെ ചെയ്യും. അപ്പം എന്താ കാരണം? ക്യാമറയെ പേടിയുണ്ട്, പടച്ചവനെ പേടിയില്ല. അതുകൊണ്ട് ഞാൻ ആ ഉദാഹരണം അങ്ങനെ തന്നെ വെച്ചതാണ്. ഒറ്റയ്ക്കൊരാൾ പല തിന്മകളും ചെയ്യും, പല കളവുകളും നടത്തും, പലതും ചെയ്യും. പക്ഷേ അവിടെ ക്യാമറ വെച്ചു കൊടുത്താൽ ആ ക്യാമറ ഇങ്ങനെ നോക്കിയിട്ട് പറയും, എന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്, നാളെ എൻ്റെ എതിരെ ഒരു സാക്ഷിയായി നിൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നാളെ ഒരു പ്രിൻ്റ് ഔട്ട്, ഒരു ചിപ്പ് എനിക്ക് കാണിച്ചു തരും, നീ ചെയ്ത കോപ്രായങ്ങളും തെറ്റുകളും ഇതാ,
അതുകൊണ്ട് നിന്നെ ശിക്ഷിച്ചിരിക്കുന്നു എന്ന് നാളെ കോടതി പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്യാമറന്റെ മുന്നിൽ ആരും കളവ് പറയാറില്ല, കളവ് നടത്താറില്ല. സ്വർണത്തിന്റെ കെട്ടുകൾ തന്നെ ജ്വല്ലറിയിൽ ഒരുക്കി വിട്ടാൽ പോലും അവിടെ ആരും മുതലാളിമാരില്ലെങ്കിൽ പോലും അവിടെ ചെല്ലുന്ന ആള് അതിലൊന്നും എടുക്കില്ല. കാരണം ക്യാമറ എന്നെ കാണുന്നുണ്ട്. അപ്പൊ പടച്ചവനെക്കാളും പേടിന്ന് ക്യാമറയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തെ ഞാൻ ക്യാമറ കൊണ്ട് തന്നെ തുടങ്ങിയത്. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്. അതിന് വിശ്വാസമില്ല, നിങ്ങളെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് മലയാളത്തിൽ എഴുതി വെച്ച എല്ലാ പേടിയാണ് തരുന്ന ജനങ്ങൾക്ക്. ഇതാ എല്ലാ മൊബൈൽ യൂസറെയും ഇന്ന് നിരീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെ പോക്കറ്റ് കിടക്കുന്ന മൊബൈൽ ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇന്ന് സൈബർ സെല്ലിന് നിങ്ങളെ കണ്ടെത്താൻ പറ്റും. അതിനുള്ള സാങ്കേതിക വിദ്യ ഇന്നുണ്ട്. ഇന്ന് കാമുകന്മാർക്ക് ഒളിച്ചോടാൻ കഴിയില്ല. കാരണം മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ കണ്ടെത്തും, ഇല്ലെങ്കിലും കണ്ടെത്തും. അതുകൊണ്ട് തന്നെ ഏത് കുറ്റങ്ങളും ഇന്ന് കണ്ടെത്തുന്നത് മൊബൈൽ ഫോണിലൂടെയാണ്. അതോടൊപ്പം പറയട്ടെ, മൊബൈൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, കമ്പ്യൂട്ടറാണ്. പോക്കറ്റ് PC എന്നാ പറയാം, പോക്കറ്റ് കമ്പ്യൂട്ടർ എന്നാണ് ഇനി പറയാം. വലിയ കമ്പ്യൂട്ടറിന്റെ ഒരു ചെറിയതാണ് ഇന്ന് മൊബൈൽ. അപ്പോൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത് മുഴുവനും മൊബൈൽ ഫോണിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് കമ്പ്യൂട്ടർ ഒന്നും മൊബൈൽ ഒന്നും വേറെ വേറെ അല്ല, രണ്ടും ഒന്നാണ്. സോഷ്യൽ മീഡിയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം, മൊബൈൽ ഫോണിലൂടെയുള്ള വീഡിയോ, ഓഡിയോ, ചിത്രങ്ങളും സംഭാഷണങ്ങളും ഉപയോഗിച്ച്, ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സമൂഹത്തിന് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു മാറ്റമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ലാപ്ടോപ്പിൻ്റെ ഔട്ട്പുട്ട്. അവിടെ ആ LCD കണ്ട് നിങ്ങൾ കാണുന്നു ചിത്രങ്ങൾ. ഓഡിയോ മെമ്മറി 20% ഒരു പ്രഭാഷണം കേട്ടാൽ നമ്മുടെ തലയിൽ 20 കിട്ടി 80 മറന്നു പോകും. വീട്ടിലെത്തുമ്പോൾ 80 ഉണ്ടാവില്ല. എത്ര നല്ല ക്ലാസ് ആണെങ്കിലും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു മനുഷ്യന് ക്ലാസ് കൊടുത്തു, എന്നിട്ട് വിട്ടേക്ക്, വീട്ടിലെത്തിയാൽ ഓർക്കാൻ 20 ഉണ്ടാവും, 80 പോയി. അത് മനുഷ്യന്റെ ഓരോ വീക്ക്നെസ്സാ, പോരായ്മയാണ്. എന്നാൽ ചിത്രം കണ്ടു കഴിഞ്ഞാൽ 60 ഉണ്ടാവും, 40 പോകും. അതുകൊണ്ട് അൽഹംദുലില്ലാ വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന, മൾട്ടിമീഡിയ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ആ ഗുണങ്ങളെ ഒന്ന് എടുത്തു കാണിക്കുക. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം പോസിറ്റീവായി നന്മയിലൂടെ പറയുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. ലോകത്തെ ഏത് കാര്യങ്ങളും അപ്പോൾ വീട്ടിനുള്ളിൽ TV കാണുന്നു. അതുകൊണ്ട് ഒരു നല്ല കാര്യമാണ്. മൊബൈൽ ഫോണിലൂടെയുള്ള സംഭാഷണം ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിലൂടെ ഒന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ കുട്ടികളോട് ചോദിച്ചാൽ മൊബൈലിൻ്റെ ഗുണങ്ങൾ കുട്ടികൾ പറഞ്ഞു തരും. അതിവിടെ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന 5ാം ക്ലാസ് തൊട്ട് അങ്ങോട്ട് ചോദിച്ചേക്ക് വളരെ വ്യക്തമായി ഒരു അധ്യാപകനേക്കാളും വിവരം ഇന്ന് മൊബൈൽ ഫോണിൽ നമ്മുടെ 5ാം ക്ലാസ് കുട്ടിക്കുണ്ട്. അവരോട് ചോദിച്ച് പഠിച്ചാൽ മതി. ഫോണിലൂടെയും കമ്പ്യൂട്ടർ വഴിയും തോക്കുകൾ, കാർ ഗെയിം എന്നീ ഗെയിമുകൾ ഉപയോഗിക്കുന്ന കുട്ടികളിൽ പ്രായപൂർത്തി എത്തുമ്പം അവരത് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ കുട്ടിയാളങ്ങൾ ഗെയിം കളിക്കാൻ വിടരുത്. ഉമ്മയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ കുട്ടി കരയുമ്പോൾ കൊടുക്കരുത്. കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ പാട്ടിട്ട് കൊടുക്കരുത്. അതിൽ ഗെയിം വെച്ച് കൊടുക്കരുത്. വെച്ചാൽ കുട്ടി ബുദ്ധിയുള്ള സമയത്ത് 16 18 വയസ്സാകുന്ന നേരത്ത് കുട്ടി ഒറിജിനലായി ചിന്തിക്കും. എന്ത്? ഉദാഹരണത്തിന് ഒരു കാർ ഓടിക്കുന്ന ഗെയിം കുട്ടി കളിച്ചു എന്ന് വെക്കുക. പ്രായപൂർത്തി എത്തിയ കുട്ടി കാർ ഓടിക്കും, അടുത്ത വണ്ടിയുമായി കൂട്ടിയിടിക്കും. ബൈക്ക് ഓടിക്കുന്ന ഒരു ഗെയിം നിങ്ങൾ ചെറുപ്പത്തിൽ പഠിപ്പിച്ചാൽ കുട്ടി വലുതാകുമ്പോൾ ബൈക്ക് ഓടിക്കും, ആക്സിഡന്റ് ഉണ്ടാക്കും. അമേരിക്കയിലെ ഒരു കുട്ടീനെ പറ്റി പഠിച്ചു. സ്വന്തം അച്ഛന്റെ റിവോൾവർ അലമാരയിൽ നിന്ന് എടുത്ത് സ്കൂളിലേക്ക് പോയി സ്വന്തം സഹപാഠികൾ 27 എണ്ണത്തിനെ വെടിവെച്ചു കൊന്നു. ഒരു 7ാം ക്ലാസ് കുട്ടിയാണ്. ടീച്ചർ അടുത്തേക്ക് റിവോൾവർ ചൂണ്ടിയപ്പം ഉണ്ട തീർന്നതുകൊണ്ട് ടീച്ചർ രക്ഷപ്പെട്ടു. കുട്ടീനെ പറ്റി പഠിച്ചപ്പോൾ കുട്ടി ഗെയിം കളിയിൽ 1ാം റാങ്കുകാരനായിരുന്നു. നല്ല മിടുക്കനായിരുന്നു. തോക്കുപയോഗിച്ച് മറ്റുള്ളവർ വെടിവെക്കുന്ന ഗെയിമാണെന്ന് അധിക ഗെയിമുകളും. കാർ അമിത വേഗതയിൽ ഓടിച്ച് ആക്സിഡന്റ് ആക്കുന്ന ഗെയിമുകൾ വീട്ടിലെ TVയിലോ കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ ഉണ്ട്. അത് ഫ്രീ ആണ്, സൗജന്യമാണ്. കുട്ടികളെ അതിന് അനുവദിക്കരുത്. അവർ നാളെ അത് ചെയ്യും. ഫോണിലൂടെ സംസാരിക്കുന്നതും SMS അയക്കുന്നതും ഇന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കള്ളം പറയുമ്പോൾ സൂക്ഷിക്കുക. ഹദീസല്ല, സൈബർ സെല്ലാണ്. ഈ ഹദീസാണ്. ഇപ്പൊ പറയുന്നത് സൈബർ സെല്ലാണ്. കളവ് പറയാൻ പാടില്ല. തെളിവായി നാളെ നമുക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരും. ഇന്ന് 720 കോടി ജനങ്ങളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ട്. അത്രയും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. അവർ പറയുന്നത് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതെല്ലാം പ്രിന്റ് ചെയ്ത് നമുക്കൊരു ഇൻവോയ്സ് തരാനുള്ള സംവിധാനമുണ്ട്. അങ്ങനത്തെ മൊബൈൽ ഫോണിനെ മുഴുവൻ നശിപ്പിച്ചാലും പിറ്റേ ദിവസം ബില്ല് വരുന്ന സംവിധാനം ഇന്നുണ്ട്. കൊത്ത് കോമ പോലും വിടാതെ SMS അയച്ച ഒരു പൈസയുടെ കണക്ക് പോലും വിടാതെ നാളെ ബില്ല് വരും. അത് അയച്ചില്ലെങ്കിൽ നാളെ ആ കിതാബ് നമ്മളെ മുമ്പിൽ പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് തരും. അത് അടച്ചില്ലെങ്കിൽ പടച്ചോൻ തീയിലിടല്ല, പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്യും. നാളെ മരിച്ചെല്ലുമ്പോഴത്തെ കഥ അല്ല ഈ പറയുന്നത് കേട്ടോ. 720 കോടി ജനങ്ങൾ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് ഒരു പ്രിന്റ് ഔട്ട് ആക്കി ഇന്ന് അടിച്ചു തരാനുള്ള സംവിധാനമുണ്ട്.
എന്തിനാണ് മരണാനന്തര ജീവിതത്തെപ്പറ്റി ചിന്തിച്ച് പേടിയാവണം? ഇന്ന് ഈ ലോകത്ത് തന്നെ അത് സംഭവിക്കുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ഓർക്കുക, ഓരോ ടവറിന്റെ കീഴിലും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും ഒരു ടവറിന്റെ കീഴിൽ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്താൽ, കളവോ വഞ്ചനയോ തട്ടിപ്പോ കൊലപാതകമോ ചെയ്താൽ, ആ 1000 പേരെ, ഒരു ടവറിൽ 1000 പേരുണ്ടാവും, 1000 പേരുടെ മൊബൈൽ ഫോണും അങ്ങ് റെക്കോർഡ് ചെയ്യും സൈബർ സെല്ലും പോലീസും ഒക്കെ. എന്നിട്ട് ഈ നടന്ന കളവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ ആൾ സംസാരിക്കുന്നത് എന്ന് നോക്കുന്നുണ്ടെങ്കിൽ അവളെ പൊക്കി അറസ്റ്റ് ചെയ്യും. അതിനുവേണ്ടി ടവറുകളുടെ ഓരോ വോയിസ് കോളും സൗണ്ടും റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുമുണ്ട്, കള്ളന്മാരെ പിടിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്ത് നാളെ തെളിവായി നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വരും. നാളെ പടച്ചവൻ ഖിയാമത്ത് നാളിലല്ല, ഇവിടെ തന്നെ ദുനിയാവിലത്തെ കാര്യം ഈ പറയുന്നത് കേട്ടോ. മറ്റത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കും എനിക്കൊക്കെ വിശ്വാസം ഒരുപാടുണ്ടല്ലോ, എന്നിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം പടപ്പുകൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നെങ്കിലും പഠിച്ചോളൂ. പുതിയൊരു പഠനം, മൊബൈൽ ഫോണിലെ പാട്ട് കേട്ട് ഉറപ്പിച്ച കുട്ടി ചവിടുപൊട്ടന്മാരാവുന്നുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കണ്ടെത്തൽ. മ്യൂസിക് കേട്ട് ഉറങ്ങുന്ന കുട്ടികളിൽ ചെവിടി കേൾവി കുറവാണെന്നും അവർ പൊട്ടന്മാരാകുന്നു എന്നും പഠന റിപ്പോർട്ട്. അതുകൊണ്ട് പാട്ട് പാടി കിടക്കുന്ന കുട്ടികളുടെ ആ ഹെഡ്ഫോണൊക്കെ ഊരി വെക്കുകയും നിങ്ങൾ നേരം പുലരുന്നോളം ആ ചെവിൻ്റെ അകത്തേക്ക് ഒരു പ്രത്യേക ഹൈ ഫ്രീക്വൻസി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെവി കേൾവി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ഊരി വെക്കുക. എന്നാൽ പ്രഭാഷണമോ ബയലോ ഖുർആൻ ക്ലാസ്സോ മനുഷ്യന്റെ സൗണ്ട് മാത്രം കേൾക്കുന്നതുകൊണ്ട് ഒരു തകരാറുമില്ല എന്ന് ഡോക്ടർമാർ. മ്യൂസിക്കാണ് അത്ര പ്രശ്നക്കാരൻ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ മറ്റുള്ളവരെ സംഘടനയോ കുറ്റം പറയുകയോ കുറ്റപ്പെടുത്തുകയോ ആണെങ്കിൽ സൈബർ ക്രൈം പ്രകാരം 3 കൊല്ലം ജയിലും 2 ലക്ഷം രൂപയും അടയ്ക്കേണ്ടി വരും ആരെങ്കിലും കേസ് കൊടുത്താൽ. ഇന്ന് ഫേസ്ബുക്കിലൂടെ വാട്സപ്പിലൂടെ ഇത് നടന്നുകൊണ്ടിരിക്കുക. ആ സംഘടന അങ്ങനെ ചെയ്തു, ഈ സംഘടന ഇങ്ങനെ ചെയ്തു, ഈ ശൈത്താൻ ഇങ്ങനെ, ആ ജിന്ന് ഇങ്ങനെ, ആ ഉസ്താദ് അങ്ങനെ, ഇവിടെ ഇങ്ങനെ, അവിടെ ഇങ്ങനെ നിറയെ നിൽക്കുക. വീഡിയോ കാണിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ ഐബ് പുറത്ത് കാണിച്ച് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നടക്കുന്നതാണ്. കുട്ടിക്കാലത്ത് എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരാളെക്കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറയുന്നതാണ് ഗീബത്ത്, പരദൂഷണം. അങ്ങനെ ഒന്ന് ചെയ്താൽ എൻ്റെ തോളിൽ എൻ്റെ ഇടത്ത് തോളിൽ ഒരു മലക്ക് നിന്ന് അതങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്, ഒരു തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് ചെയ്തവൻ എന്ന്. അതുകൊണ്ട് മോനെ സൂക്ഷിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വാട്സപ്പിലൂടെ ഇന്റർനെറ്റിലൂടെ നടക്കുന്നതും മറിച്ചൊന്നുമല്ല. അവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് പ്രഭാഷണങ്ങളും വീഡിയോകളും ചിത്രങ്ങളും SMS-ഉം ഇങ്ങനെ ഇമെയിലുകളും ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതിനൊക്കെ നാളെ പടച്ച റബ്ബിനോട് കണക്ക് പറയേണ്ടി വരും. ഇനി അതിൻ്റെ മലക്കിന് വേറെ കമ്പ്യൂട്ടർ പഠിക്കാനൊന്നും പോകണ്ട. അപ്പം കമ്പ്യൂട്ടർ കൂടി പോയത് എങ്ങനെ? അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. മലക്കിന് ആരും കമ്പ്യൂട്ടർ പഠിപ്പിക്കണ്ട. ഇന്റർനെറ്റിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സന്ദേശം 1 മിനിറ്റിൽ 1 കോടി ആളുകളുടെ കയ്യിലെത്തുന്നു. പരിശുദ്ധ ഹറമിൽ പോയാലൊന്നും ഇത്ര കൂലി കിട്ടൂല, അത് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടും. സ്വന്തം വീട്ടിലിരുന്ന് ഒരു നന്മ ഇന്റർനെറ്റിൽ ഈ മൊബൈൽ ഫോണിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ 1 കോടി നന്മ എഴുതപ്പെടും. അതിനിഞ്ഞ് വേറെ ഹദീസും ഖുർആനും വേണം നിങ്ങൾക്ക് തെളിവ്? അതിന് ഒരു തെളിവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഇന്നത്തെ ഹദീസും ഖുർആനും മാത്രം മതി. എന്ത്? ഒരു നന്മ ചെയ്താൽ പെട്ടെന്ന് 1 കോടി കൂലി കിട്ടി നമുക്ക്. അത് ഇന്റർനെറ്റിലിടണം, ആ നന്മ ഫേസ്ബുക്കിലിടണം, വാട്സപ്പിലിടണം. ഇങ്ങനെ ചെയ്താൽ, നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നരകത്തിലേക്കും സർട്ടിഫിക്കറ്റ് കിട്ടും ഇന്റർനെറ്റും മൊബൈലും കൈവശമുള്ളവർക്ക്. അതുകൊണ്ട് ആ സാധനം അതിനനുസരിച്ച് ഉപയോഗിക്കുക. വേറെ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. ഇപ്പോൾ 1 മിനിറ്റിൽ 1 കോടി കോപ്പി എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ കേട്ടോളൂ, 1 കോടിയല്ല. ഈ എളിയവൻ ക്ലാസ് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിൽ, ഗ്രാമത്തിൻ്റെ പേര് ചോദിക്കരുത്, ക്ലാസ് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയപ്പോൾ എന്നെ ഒരു സഹോദരൻ വിളിച്ചു, മാഷ് ഒന്ന് വരും ഇവിടെയാണ്. എൻ്റെ ചോദിച്ചു. 1-2 സംശയം ചോദിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് പറഞ്ഞ ഒരു കഥയാണ് മാന്യ സദസ്സിന് മുമ്പിൽ ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിന് 9 കൊല്ലമായി ഗൾഫിലാണ്, ഇടക്കിടക്ക് വന്നു പോകും, പെണ്ണ് കെട്ടിയിട്ടില്ല, സാമ്പത്തികമായും നല്ല വിദ്യാഭ്യാസവും സമ്പത്തുള്ളൊരു മനുഷ്യൻ, കണ്ടാൽ ഭയങ്കര ഒരു സുന്ദരൻ ഫ്രണ്ട്സ്, അവൻ്റെ കൂട്ടുകാരൻ നല്ലൊരു ഫ്രണ്ടായിരുന്നു. അങ്ങനെ അവന് കല്യാണത്തിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. ഓരോ 2 കൊല്ലം കൂടുമ്പോഴും നാട്ടിൽ വന്നു, പെണ്ണ് ശരിയാവണില്ല. കാരണം ഇവനത്തൊരു പെൺകുട്ടിനെ കിട്ടുന്നില്ല. അവസാനം കമ്പനിയിൽ പറഞ്ഞ് 3 മാസം ലീവിന് വന്ന് അവൻ 2 മാസം അന്വേഷിച്ച ഒരു പെൺകുട്ടിയെ കിട്ടി. ദീനിയായ കുട്ടി, ബ്യൂട്ടിഫുള്ളായ കുട്ടി, നല്ല ഇണക്കുരുട്ടികൾ, ശരിക്കും ചേരുന്ന ഭാര്യയും ഭർത്താവും. വിവാഹം കഴിഞ്ഞു, അൽഹംദുലില്ലാ.
1 മാസം അവൻ അവിടെ നിന്നു. നേരെ അവൻ പോകുന്നതിന് മുൻപ് അവന്റെ സ്വന്തം മൊബൈൽ ഉപയോഗിച്ച് കുറച്ച് ചിത്രങ്ങളൊക്കെ അവൻ പകർത്തിയത്രേ. സ്വന്തം ഭാര്യയുടെ ഹലാലായ ചിത്രങ്ങൾ. ഞാനത് എടുത്തു പറയുന്ന എന്തിനാ, നിങ്ങൾ വ്യക്തമായി ഉമ്മമാരി കഥ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും സ്വന്തം കുടുംബത്തിൽ അത് ശ്രദ്ധിക്കാനുമാണ്. ഈ ലോകത്തെ ചതിക്കുഴിയാണ് പറയുന്നത്. അവരാ ചിത്രങ്ങൾ എടുത്തു വെച്ചു, ആരുമാരും കാണാതെ റൂമിന്റെ ഉള്ളിൽ ഒറ്റക്കിരുന്ന് ചെയ്യുന്നത് മൊബൈലിൽ പകർത്തി. ഹലാലാണല്ലോ, അനുവദനീയമാണല്ലോ, സ്വന്തം ഭാര്യയല്ലേ, അത് ഉദ്ദേശിച്ച് ചെയ്തു. എന്തിനു ചെയ്തു? ഗൾഫിലേക്ക് പോയാൽ പെട്ടെന്ന് ഭാര്യ അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല, അവളെ ഇടക്കിടക്കൊക്കെ കാണണം, അതിനു വേണ്ടി അവൻ എടുത്തു വെച്ചു. പോകുന്ന സമയത്ത് സ്വന്തം സുഹൃത്തുക്കളെ, ഗൾഫിലുള്ള സുഹൃത്തുക്കൾക്ക് ഈ ഭാര്യ ഈ കൂരം വറുത്തൊരു പൊടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതും ഉണ്ടാക്കി കൊടുത്തു. ഒരു പൊടി ഉണ്ടാക്കി കൊടുക്കും. ഞാനൊക്കെ ഗൾഫിൽ 5-8 കൊല്ലം നിന്ന ആളാണ്. എൻ്റെ കൂരം വറുത്ത പൊടിൻ്റെ പേരിന് ലേബൽ എഴുതിയിട്ട് അവിടുന്ന് സ്നേഹിതന്മാരൊക്കെ കൊണ്ടുവന്ന് തരാം. പേര് എഴുതും, സഫിയ പൗഡർ എന്നാണ്. ഭാര്യൻ്റെ പേര് സഫിയ എന്നാ. അപ്പോൾ പൗഡർ അവളുണ്ടാക്കിയതിൻ്റെ പേര് സഫിയ പൗഡർ എന്നാണ്. അങ്ങനത്തെ പൗഡറും ഉണ്ടാക്കി കൊടുത്തു. ഇവൻ അതുമായി ഗൾഫിലെത്തി. റൂമിലെത്തിയപ്പോൾ സഹോദരങ്ങൾ കാത്തിരിക്കുക, 4-5 പേരുണ്ട്. അങ്ങനെ പെട്ടി അവിടെ വെച്ചു. ചോദിച്ചു, എവിടെ നിന്റെ ഭാര്യ ഉണ്ടാക്കിയ പലഹാരം എവിടെ? തരാ മോനെ, വെയിറ്റ് ചെയ്യടാ, ഞാനൊന്ന് റീഫ്രഷ് ആവട്ടെ, ഒന്ന് കുളിക്കട്ടെ. ആ സഹോദരൻ ബാത്റൂമിലേക്ക് കയറി. ബാത്റൂമിൽ കയറുമ്പോൾ മൊബൈൽ ഫോൺ എവിടെ നമ്മൾ വെക്കുക? സാധാരണ ടേബിളിൽ വെക്കും. അവിടെ വെച്ചു. അവൻ ബാത്റൂമിൽ കയറിയപ്പം ഈ സഹോദരങ്ങൾ അതെടുത്തു, ഓൺ ചെയ്തു. നോക്കുമ്പോൾ അതാ ചിത്രങ്ങൾ കാണുന്നു. ആരുതാണെന്ന് തെറ്റിദ്ധരിച്ചില്ല, ധരിച്ചു. എന്ത്? അവന് അറിയാം അവളെ കണ്ടിട്ടില്ല. ഇവർ തെറ്റിദ്ധരിച്ചു. എത്ര കേസിൽ പറയാ, ഏതോ പെണ്ണാണ് ഇവൻ മതിൽ ചാടിയതായിരിക്കാം, ഒരു പക്ഷേ നമുക്കും വേണം ആ ചിത്രം എന്ന് പറഞ്ഞു അവർ മൊബൈലിലൂടെ അങ്ങ് ഷെയർ ചെയ്തു. 1 കോടിയല്ല അത്തരം ചിത്രങ്ങൾ കേട്ടോ. ഒറ്റ മിനിറ്റ് കൊണ്ട് 1 കോടിയല്ല. വീഡിയോ ചിത്രങ്ങൾക്ക് ഭാഷകളില്ല. ലോകത്തെ 720 കോടിൻ്റെ അടുത്തെത്താൻ നിമിഷങ്ങൾ മതിയത്രേ. അത് വിറ്റ് കാശുണ്ടാക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്റർനെറ്റിൽ കരുതി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരങ്ങ് ഷെയർ ചെയ്തു, പല ആളുകളിലേക്കും എത്തി. കുളിച്ച് വന്ന സുഹൃത്തിന് ഒരു ഫോൺ കോള് നാട്ടിൽ നിന്നാ ഫോൺ കോള്. വിളിച്ചത് ഈ പെണ്ണിന്റെ ആങ്ങളയായിരുന്നു. ആങ്ങളക്കും കിട്ടിയ ഒരു കോപ്പി. ആങ്ങളെ വിളിക്കാന്, അളിയാ എന്താ ഈ കാണുന്നത്, ഞാൻ എന്ത് മണ്ടത്തരമാണോടോ താൻ ചെയ്തത്, എന്താണെന്ന് ചോദിച്ച ഉടനെ ഇവൻ തല കറങ്ങി അവിടെ വീണു. സുഹൃത്തുക്കൾ വന്നു, വെള്ളമൊക്കെ കൊടുത്തു. സമാധാനപ്പെടി, എന്താണെന്ന് അവർക്കറിയില്ല, അവർ ചെയ്തത് അവർക്ക് തന്നെ അറിയില്ല. എന്താണെന്ന് ചോദിച്ചു വെള്ളമൊക്കെ കൊടുത്തു. ബോധം ഒരല്പം കൂടി ഉണർന്നപ്പോൾ അതാ വരുന്നു തൻ്റെ ഉപ്പയുടെ ഫോൺ കോൾ. അവൾ തൂങ്ങി മരിച്ചു. 1 മാസം പോലും ഒരുമിച്ച് കഴിയാത്ത ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവന് ആ ഓട്ടം റൂമിൽ നിന്നും ഇറങ്ങി ഓടിയത്രേ. 4 വർഷമായി ആ മകൻ എവിടെയാണെന്ന് പാവം ഈ രക്ഷിതാക്കൾക്ക് ഇന്നും അറിയില്ല. പല എംബസിയിലും കേസ് കൊടുത്തു, അന്വേഷിച്ചു. ഇന്ത്യയിലും പല രാജ്യത്തും അന്വേഷിച്ചു. ആ മകൻ എവിടെയാണെന്ന് ഇന്ന് ആർക്കും അറിയില്ല. അവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ വല്ല കിണറിലോ കുഴിയിലോ കടലിലോ അവൻ മുങ്ങി മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചത്തുപോയിട്ടുണ്ടാകും എന്ന് ഇന്ന് പറയപ്പെടുന്നു. ഇന്നും പ്രതീക്ഷയോടെ ആ പാവം രക്ഷിതാക്കൾ കാത്തിരിക്കുന്നു. എൻ്റെ പൊന്നുമ്മമാരെ, ഈ സന്ദേശം പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യാം. ഇനി ഒരു കുടുംബത്തിനും ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ, ഇതൊക്കെ സംഭവിച്ച 1 or 2 കഥയൊന്നുമല്ല കേട്ടോ. മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം ചില്ലറയൊന്നുമല്ല. ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ കാര്യങ്ങളുമായിട്ട് ആൾക്കാർ വരിക. ഓരോ ദിവസവും ഈ എളിയവന് 4 or 5 കോളുകൾ പെർ ഡേ ഡെയിലി വരുന്നുണ്ട്. അധികവും വരുന്നത് വിദേശത്തു നിന്നാണ്. പറ്റിപ്പോയി, എന്താണ് ഇനി ചെയ്യുക? ഞാനൊരു ഫോട്ടോ എടുത്തു, ആ മൊബൈൽ വിൽപ്പന നടത്തി, ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് എവിടെ നിന്ന് തടയാൻ പറ്റും എന്നുള്ള ചോദ്യങ്ങൾ. പടച്ചോന സത്യം, ഓരോ 4-5 കോളുകളാ ഓരോ ദിവസം വരുന്നത്. ആ സഹോദരങ്ങളോടൊക്കെ എന്തും മറുപടിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. ഒന്നേ ഞാൻ പറയാറുള്ളൂ, പറ്റിപ്പോയതിന് എൻ്റെ അടുത്ത് മരുന്നില്ല, ഇനി പറ്റാതിരിക്കാനുള്ള മരുന്ന് തരാം എന്ന് പറയും. അതുകൊണ്ട് ഈ ഒരു കഥ നിങ്ങൾ പരമാവധി ആളുകളുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക. അവിടെ എഴുതി വച്ചിട്ടുണ്ട്, ഷെയർ ചെയ്യപ്പെട്ടത് നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റില്ല. നിങ്ങളങ്ങ് ഇട്ടത് തെറ്റിപ്പോയല്ലോ, മറ്റൊരാൾക്ക് കിട്ടിപ്പോയല്ലോ എന്ന് മനസ്സിലാക്കി അത് മായ്ക്കാൻ ശ്രമിച്ചാൽ കഴിയില്ല. 1 കോടി കോപ്പിയിൽ 1 കോപ്പിയെ നിങ്ങൾക്ക് മായ്ക്കാൻ പറ്റൂ, മറ്റേ കോപ്പികൾ കഴിയില്ല. ലോകത്തുള്ള വിവിധ കമ്പ്യൂട്ടറിൽ അത് പടർന്ന് പന്തലിച്ചു പോയി, അതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ മരിച്ചാൽ
മരണാനന്തരവും അതിൻ്റെ കോപ്പികൾ ഭൂമിയിലൂടെ ഒഴുകിക്കൊണ്ടേയിരിക്കും. കോടാനുകോടി ഫലങ്ങൾ, അതിൻ്റെ പ്രതിഫലങ്ങൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും വളരെ ഗൗരവമേറിയ കാര്യമല്ലേ ഇത്? മരണാനന്തരം മരിച്ചാൽ കുട്ടികളായ അതിൻ്റെ അപ്പുറത്തെ തലമുറക്ക് ഈ സന്ദേശം കൈമാറിക്കൊണ്ടിരിക്കും എന്നത്രേ. 1985 ഇന്റർനെറ്റ് രൂപം കൊള്ളുന്നത് ലോകത്ത്. 1991 വേൾഡ് വൈഡ് വെബ് എന്ന ഇന്നത്തെ ആധുനിക സാങ്കേതിക വിദ്യ രൂപം കൊള്ളുന്നത്. അന്ന് ഇട്ട വീഡിയോയും സൗണ്ടും പിക്ചറുകളും മറ്റ് എല്ലാ വിവരങ്ങളും ഇന്നും കമ്പ്യൂട്ടറിൽ കോടാനുകോടി ജനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. മരിച്ചാലും 50 കൊല്ലം മിനിമം അത് ഈ ലോകത്ത് തന്നെ കമ്പ്യൂട്ടറിൽ തന്നെ വെക്കണം, ഇരിക്കണമെന്ന് ലോക സംഘടന എഗ്രിമെന്റ് ഒപ്പുവെച്ചിരിക്കുന്നു. നമ്മുടെ തലമുറയും അതിൻ്റെ ഒരു തലമുറയും അത് കണ്ടേ പറ്റൂ. വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നിവയുടെ പ്രണയങ്ങൾ കൂടുന്നുണ്ട്. വാട്സപ്പ് എന്താണ്, ഫേസ്ബുക്ക് എന്താണെന്ന് ഇവിടെ പറയില്ല. അത് നിങ്ങളെ കുട്ടികളോട് ചോദിക്കണം കേട്ടോ, എന്നോട് ചോദിക്കരുത്. അങ്ങനത്തെ ഒരു ചോദ്യം ഇവിടെ വേണ്ട. അതിന് ഏറ്റവും ബെസ്റ്റ് കുഞ്ഞു മക്കളാണ്, അവർക്കതൊക്കെ അറിയാം. ഒരു സ്കൂളിലും പോകാതെ കുട്ടികൾക്കത് അറിയാം. ആര് പഠിപ്പിച്ചു? നിങ്ങൾ പഠിപ്പിച്ചു. ആര് കൊടുത്തു മൊബൈൽ? നിങ്ങൾ കൊടുത്തു മൊബൈൽ. നിങ്ങൾ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് നിങ്ങൾ ഈ ആധുനിക യന്ത്രം വാങ്ങിച്ചു കൊടുത്തു. കുട്ടികൾ നല്ല മിടുക്കികളാണ്, മിടുക്കന്മാരാ. അതുകൊണ്ട് ഉമ്മമാർ അവരിൽ നിന്ന് ചോദിച്ചു പഠിക്കുക. വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നിവയിൽ പ്രണയങ്ങൾ കൂടുന്നുണ്ട്. ഒളിച്ചോട്ടവും പ്രണയങ്ങളും പ്രേമങ്ങളും ഇന്ന് കൂടുന്നത് വാട്സപ്പിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ്. കാണാത്ത സുഹൃത്തുക്കളെ തേടി ദിവസവും പത്രത്താളുകളിൽ കാണുന്നു, രക്ഷപ്പെട്ടു 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 എന്ന്. ആള് മുങ്ങി, കാണുന്നില്ല. പെണ്ണിനെ കാണുന്നില്ല, ആണിങ്ങനെ കാണുന്നില്ല. ഒളിച്ചോടി മുങ്ങിയെന്ന് ദിവസവും കാണുന്നു. ഇതിന്റെ പ്രേമം തുടങ്ങുന്നത് വാട്സപ്പിലൂടെയാണ്. അതുകൊണ്ട് ആലോചിക്കുക, വീണ്ടും കുഞ്ഞു മക്കൾക്കത് വേണോ? ഇപ്പൊ SSLC +2 സമയം, പഠിക്കുന്ന സമയം. രക്ഷിതാക്കൾ ഇപ്പൊ തന്നെ ഈ സദസ്സിലുള്ള രക്ഷിതാക്കൾ ഓഫർ കൊടുത്തിട്ടുണ്ടാകും. കൊടുക്കണം കേട്ടോ, നല്ല ഓഫർ കൊടുക്കും. എനിക്ക് അതിന്റെ വിൽപ്പന കച്ചവടം കൂടട്ടെ. ഓഫർ കൊടുത്തിട്ടുണ്ടാകും. മോളെ 10 A+ വാങ്ങിയാൽ 10 A+ മോൻ വാങ്ങിത്തന്നാൽ ഒരു ഗാലക്സി S5 എനിക്ക് വാങ്ങിത്തരാ എന്ന് അമ്മയും അച്ഛനും രക്ഷിതാക്കൾ ഇന്ന് ഓഫർ കൊടുത്തുകൊണ്ടിരിക്കുക ആണല്ലോ. ഈ കൂട്ടത്തിലുണ്ടാവും ഓഫർ കൊടുത്ത ഉമ്മമാർ. അത് പിൻവലിക്കരുത് കേട്ടോ. ഓഫർ അങ്ങനെ തന്നെ പോട്ടെ, വാക്ക് പാലിക്കണം. അങ്ങനെ ഒരു കുട്ടി വന്നു, ഒരു പെൺകുട്ടി വന്നു, എൻ്റെ ഓഫീസിൽ കടയിൽ വന്നു, ഉമ്മ കയ്യും പിടിച്ച് വന്നു. 10 A+ വാങ്ങിയാൽ എനിക്ക് ഈ മോഡൽ ഉറപ്പിച്ചു. കുട്ടി 10 A+ ആയിട്ട് വന്നു, മിടുക്കിയാണ് അവൾ, പഠിച്ചു. അങ്ങനെ ആ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുത്തു. കുട്ടി അതുമായി തോണ്ടാൻ തുടങ്ങി. ഇങ്ങനെ തോണ്ടുന്ന ഫോണാട്ടോ, ഇങ്ങനെ തോണ്ടലാണല്ലോ. കുട്ടി തോണ്ടി ഭാഗ്യത്തിന് 10 A+ കിട്ടി, വാങ്ങിച്ചു കൊടുത്തു. +1 സയൻസ് ഗ്രൂപ്പ് എടുത്തു. +2 വന്നു. ഒരു 3-4 കൊല്ലം മുമ്പാണ്. +2 ഡിസംബറിന്റെ പരീക്ഷയോടുകൂടി ഈ ഏകദേശം സമയം കഴിഞ്ഞിട്ടില്ല. ഡിസംബർ എത്തിയപ്പോഴേക്കിന് മോളെ കാണുന്നില്ല. മോള് തോണ്ടി രക്ഷപ്പെട്ടിരിക്കുന്നു. അന്വേഷിച്ചു, സ്കൂളിൽ അന്വേഷിച്ചപ്പം വേറൊരു +2 പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഇതുപോലെ തോണ്ടിയിരുന്നു എന്ന് പറഞ്ഞു. അവർ 2 പേരും കൂടി തോണ്ടി രക്ഷപ്പെട്ടു. സൈബർ സെല്ലിൽ കേസ് കൊടുത്തു. അന്വേഷിച്ചപ്പം മംഗലാപുരത്ത് ഒരു ഹോട്ടൽ റൂമിൽ 2 പേരും കൂടി ഇരുന്ന് തോണ്ടി കളിക്കുകയാണ്. കൃത്യമായി കിട്ടി. എന്ത് ചെയ്യണം? പിടിച്ചു കൊണ്ടുവരണം. എങ്ങനെയോ ഈ കുട്ടികൾ മണത്തറിഞ്ഞു, എൻ്റെ രക്ഷിതാക്കൾ കേസ് കൊടുത്തിരിക്കുന്നു, ഞങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. ഇനി മടങ്ങില്ലാതെ നിവർത്തില്ല. എന്തോ അവർ തീരുമാനിച്ചു അറിയില്ല. വാപ്പാന്റെ ഫോണിലേക്ക് ഒരു SMS വന്നു, കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. വാപ്പാനെ മിസ്റ്റർ ഫാദർ എന്നൊക്കെ വിളിക്കാൻ പാടുണ്ടോ നിങ്ങൾ തെറ്റിദ്ധരിക്കും. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർക്ക് വിളിക്കാം, മലയാളത്തിൽ മീഡിയം പഠിച്ചവർ വിളിക്കരുത് കേട്ടോ. കൺഗ്രാജുലേഷൻ, താങ്കൾക്ക് അഭിനന്ദനങ്ങൾ മിസ്റ്റർ തന്തേ, അഭിനന്ദനങ്ങൾ. പിന്നെ അതിന്റെ ബാക്കി മലയാളത്തിൽ തർജ്ജമ ചെയ്ത് വാപ്പാക്ക് കിട്ടി. വാപ്പ ഇംഗ്ലീഷ് അറിയില്ല, വായിച്ചതാണ്, വാപ്പ വായിച്ചായിരുന്നു. താങ്കൾ ഇപ്പോൾ എനിക്ക് വേണ്ടി ചെലവാക്കിയത് വെറും 50,000 റുപ്യ. അതിന് പകരമായി താങ്കൾക്ക് ഞാൻ ഇപ്പൊ സമ്പാദിച്ചു തന്നത് 25 ലക്ഷം റുപ്യ. കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. വാപ്പാക്ക് അത് മനസ്സിലായില്ല. 50,000 റുപ്യ മൊബൈൽ വാങ്ങിക്കൊടുത്തവർ ശരിയാണ്. പക്ഷെ അതിന് പകരം എനിക്ക് അവിടുന്ന് 25 ലക്ഷം കിട്ടിയ അടുത്ത മെസ്സേജ് വന്നപ്പോഴല്ലേ തന്തക്കത് പിടി കിട്ടിയത്. ഏട്ടത്തിന്റെ കല്യാണ ചടങ്ങ് ഇത്ര പവനും ഇത്ര സ്വർണവും ഇങ്ങനെ കാറും ഈ ബംഗ്ലാവൊക്കെ കൂടി 20 ലക്ഷത്തോളം രൂപ ചെലവായിട്ടുണ്ട് അന്ന്. ഭക്ഷണം, തുണിയും കുപ്പായും ആഭരണം എല്ലാം കൂടി 20 ലക്ഷം വന്നിട്ടുണ്ട്. അത് 4 കൊല്ലം മുമ്പ്. എന്നെ ഇങ്ങനെ കെട്ടിച്ചു വിടണം, ഇപ്പൊ 25 ലക്ഷമാണ് കുറഞ്ഞത്, കാരണം പവന് കുറെ കൂടി. അതിനി വേണ്ടല്ലോ, ഞാൻ എൻ്റെ വരനെ ഞാൻ എന്നെ കണ്ടെത്തിയല്ലോ, ഞങ്ങളിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് താങ്കൾക്ക് ഇപ്പോൾ ലാഭം 25 ലക്ഷം രൂപയാണ്. കൺഗ്രാജുലേഷൻ മിസ്റ്റർ ഫാദർ. അങ്ങനെ വേണം കുട്ടികളായാൽ. നിങ്ങൾക്കാണെങ്കിൽ വണ്ടിയും വലിയില്ല, കുട്ടികളങ്ങോട്ട് രക്ഷപ്പെട്ട്, അവരും രക്ഷപ്പെട്ടു, നിങ്ങളും രക്ഷപ്പെട്ടു, എനിക്കും രക്ഷപ്പെടാം. കാരണം എൻ്റെ കച്ചവടം അതാണല്ലോ. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ഓഫർ നിങ്ങൾ പ്രഖ്യാപിക്കുക.
ഗാലക്സി തന്നെ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ഒരു ആപ്പിൾ തന്നെ ആയിക്കോട്ടെ, ഇങ്ങനെ തോണ്ടുന്നത് അതൊരു 8 7 കൊടുക്കാൻ പറ്റിയാൽ അത്രയും പിന്നെ ഓലെ പോറ്റി വളർത്തുന്ന ചിലവൊന്നുമില്ലല്ലോ, കുട്ടികൾ അങ്ങോട്ട് രക്ഷപ്പെടും. പ്രേമിക്കാൻ ബെസ്റ്റ് സാധനമാണ്. രക്ഷിതാക്കൾ ഇന്ന് തന്നെ അത് വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കും. ഇനിയിപ്പോൾ അങ്ങനെ പറയാൻ നല്ലത്, നമ്മൾ വേണ്ട വേണ്ട എന്ന്. ഞാൻ ചെറിയ കുട്ടികളോ, ഞാൻ കുറച്ച് സൈക്കോളജി ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തു. 2 വയസ്സായ എൻ്റെ പെങ്ങളെ കുട്ടിയുണ്ട്, മണൽ കളിക്കണു. പെങ്ങൾ പറഞ്ഞു വേണ്ടട്ടാ, തലയിൽ വാരിടണ്ട. കുട്ടി അങ്ങനെ തലയിൽ വാരിടുകയാണത്. പിന്നെയും പറഞ്ഞു ഒരുമ്പട്ടോനെ അങ്ങനത്തോനെ അന്നോടല്ലടാ പറഞ്ഞൊരു വടി എടുക്കുമ്പോഴും കുട്ടി ഒരുപാടുണ്ട് വാരിട്ടു. വാടിയുണ്ട് കണ്ടപ്പോഴേ ഞാനിത് ഇങ്ങനെ കണ്ട് ചിരിച്ചു. ഞാനടി ചെന്ന് വാടിയൊന്നും എടുത്തില്ല. വാരട മണൽ ഇടട തലയിൽ, ഇല്ലെങ്കിൽ അടിയനക്ക് കിട്ടും. വാരട മണൽ, ഞാൻ ഒരു വടിയുടെ എടുത്തു. വാരട മണൽ ഇടട തലയിൽ, കുട്ടി ഇട്ടില്ല. കരഞ്ഞോണ്ട് ഒറ്റ ഓട്ടം വീട്ടിക്ക്. എന്തപ്പണ്ടായി? ഇപ്പൊ നല്ലത് ഇതാ. അതുകൊണ്ട് എന്തായാലും നിങ്ങളൊരു മൊബൈൽ വാങ്ങിക്കൊടുക്കണം. വാട്സപ്പ് ഓരോ വിഷയമായിട്ടോ, പേടിക്കണ്ട. ഒന്നിന്റെ ചെയിനൊന്നുമല്ല, ഇത് സീരിയലൊന്നുമല്ല. ഒരു വിഷയം കഴിഞ്ഞു, അടുത്ത വിഷയം തുടങ്ങുക. വാട്സപ്പ്, ഇമെയിൽ എന്നിവയിലൂടെ വീഡിയോ, ഫോട്ടോ എന്നിവ അയക്കുന്നവർ സൂക്ഷിക്കുക, അത് ഹാക്ക് ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഹാക്ക് പറഞ്ഞാ കള്ളൻ കുട്ടിക്കോളി കേട്ടോ. നമ്മളെ പൈസ കയ്യിലുള്ള ബാങ്കിൽ നിന്ന് എടുത്തു പോകുന്നതിന് കള്ളന്മാർ എന്ന് പറയും. കമ്പ്യൂട്ടറിലൂടെ ഈ സാധനം എടുക്കുന്ന, നുഴഞ്ഞു കയറി എടുക്കുന്നതിന് ഹാക്കേഴ്സ് എന്ന് പറയട്ടോ, നുഴഞ്ഞു കയറ്റക്കാരും. അപ്പോൾ ഓർക്കുക, വാട്സപ്പിലൂടെ ഇന്ന് ഓരോ ദിവസവും കാമുകന്മാർ വീഡിയോ ചിത്രങ്ങൾ കൈമാറുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരും വീഡിയോ ചിത്രങ്ങൾ കൈമാറുന്നുണ്ട്. പകുതിയിലധികവും പുറത്ത് കാണാൻ പാടില്ലാത്ത ചിത്രങ്ങളാണ്. അതുകൊണ്ട് സൂക്ഷിക്കുക, അങ്ങനെ നിങ്ങൾ അയക്കരുത്. അയക്കുന്നുണ്ടെങ്കിൽ അത് കള്ളന്മാർ കോപ്പിയെടുത്ത് റിയാലിറ്റി ഷോ എന്ന പേരിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തലയും മുഖമൊക്കെ ഇന്റർനെറ്റിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്നത് കാണാം. കൂടുതൽ കാണാൻ മക്കളുടെ മൊബൈൽ പരിശോധിച്ച് അതിലുണ്ടാവും ഭാര്യയും ഭർത്താവും തുണിയില്ലാതെ നടക്കുന്നു. പച്ചയ്ക്ക് പറയണേ, ഞാനിഞ്ഞാണ് പറയുന്നത്, എന്ത് വിചാരിച്ചാലും വേണ്ടില്ല. കാരണം ഞാൻ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളാ. പച്ചയ്ക്ക് എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ വരികയാണ്. അതുകൊണ്ട് ഈ കുടുംബ സദസ്സെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നത്. ഇതിൽ കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ ഉണ്ടാകും. കുടുംബ സദസ്സാണ്. ഓർക്കുക, ഇതിലെ ഓരോ പോയിന്റും നടന്ന സംഭവങ്ങളാണ് ഈ വിവരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വാട്സപ്പിൽ സാധനങ്ങൾ അയക്കുമ്പോൾ സൂക്ഷിക്കുക, പുറത്ത് കാണാൻ പാടില്ലാത്ത ഒരു സാധനവും നിങ്ങൾ റൂമിന്റെ പാതിര നേരത്ത് ഒറ്റയ്ക്ക് വയർലെസ് ആയി നിങ്ങളുടെ ഭർത്താവിന്റെ പോക്കറ്റിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു. അത് തെറ്റാണ്, ശരിയല്ല. കാരണം കോടിക്കണക്കിന് ആൾക്കാരുടെ അടുത്തേക്ക് അതിന്റെ കോപ്പി പ്രചരിക്കുന്നുണ്ട്. അതിന്റെ ടെക്നോളജിയൊക്കെ ഇന്നുണ്ട്. വിശദീകരിക്കുന്നില്ല, ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. ബ്ലൂടൂത്ത് ഹാക്കിംഗ്. വീട്ടിൽ സ്വന്തമായി കമ്പ്യൂട്ടറോ മൊബൈലോ ഉണ്ടെങ്കിൽ കുട്ടികൾ അത് സൂക്ഷിക്കുക, വർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. ഞാനിങ്ങനെ പറയാൻ കാരണം, LKG പഠിക്കണ 4 വയസ്സായ LKG പഠിക്കണ എൻ്റെ മോൻ എനിക്കൊരു ഫോൺ കോൾ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോഴല്ല, ഇപ്പോൾ അവൻ 6ാം ക്ലാസ്സിലാണ്. ഉപ്പ ഞാനൊന്ന് കമ്പ്യൂട്ടർ നോക്കട്ടെ. എന്താണ് എനിക്ക് കമ്പ്യൂട്ടറിൽ നോക്കേണ്ടത്? ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്താ നോക്കേണ്ടത്? കുറച്ച് നേരം ഇന്റർനെറ്റ്. എന്താണ് നീ ഇന്റർനെറ്റിൽ നോക്കുന്നത്? ഞാൻ ഭയങ്കര സീരിയസ് ആയ ഒരു മീറ്റിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഫോൺ എടുത്തിട്ട് പറഞ്ഞത്, ഞാനിപ്പോൾ യൂട്യൂബാണ് നോക്കുന്നത്. യൂട്യൂബിൽ എന്ത് വീഡിയോ നീ കാണാൻ പോണേ? കാർട്ടൂണാണ് ഞാൻ കാണുന്നത്. കാർട്ടൂണിൽ നീ എന്താ കാണാൻ പോണത്? ചോദിക്കണം. ചോദിക്കാനുള്ള വിവരം നമുക്ക് വേണേ, അതിനാണ് വിവരം വേണമെന്ന് പറഞ്ഞത്. അപ്പൊ കുട്ടി പറയും എന്നോട്, എനിക്ക് ടോം ആൻഡ് ജെറിയാ കാണുന്നുണ്ട്. ഓന് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. നിങ്ങൾക്കൊക്കെ കുട്ടികൾക്കുണ്ടല്ലോ, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ടോം ആൻഡ് ജെറി കാർട്ടൂൺ. സമ്മതിച്ചു, 15 മിനിറ്റേ കാണാവൂ പറഞ്ഞു. ഓക്കെ, പരിപാടി അവസാനിച്ചു. ഞാൻ എൻ്റെ ഓഫീസൊക്കെ കഴിഞ്ഞു ഒരു 7 മണിക്ക് എൻ്റെ വീട്ടിൽ വെച്ച് എൻ്റെ ഓഫീസ് റൂം വീട്ടിലേക്കാണ്ട് കയറി എൻ്റെ തുണിയും കുപ്പായ എടുത്ത ഷിബിൽ ഇങ്ങനെ വെക്കുകയാണ്. ആ സമയത്ത് എൻ്റെ മോൻ ഓടി ഇങ്ങോട്ട് വന്ന് അവൻ തന്നെ ഡോറങ്ങ് അടച്ചു. അവൻ തന്നെയാണ് കുറ്റിയിട്ടു. എന്നെ ചോദ്യം ചെയ്യണം, ഉപ്പാനോട് നേരത്തെ ഞാൻ വിളിച്ചിരുന്നില്ലേ? എങ്ങനെയുണ്ട്? അത് എങ്ങനെയുണ്ട് എന്നാണ് ചോദിച്ച ഉടനെ തന്നെ അവൻ പറയണം, അയ്യേ ഞാനത് എങ്ങനെ പറയണം, എന്താ പറ്റി? ഞാനത് നോക്കി യൂട്യൂബ് എടുത്ത് ടോം ആൻഡ് ജെറി അടിച്ചേക്കേനെ. ഞാൻ എങ്ങനെ പറയണോ? വീണ്ടും എന്നാ മോനെ നിക്കൊന്ന് കാണിച്ചോണ്ടാ, ഒന്ന് കാണണല്ലോ എന്തേ പറ്റിയെന്ന്. അത് ഉമ്മാട് പോട്ടെ, പോട്ടെ. സ്വകാര്യമായിട്ട് എല്ലാവരും പോയതിൻ്റെ ശേഷം കമ്പ്യൂട്ടറിൽ ഓനാ ചെയ്തത് മുഴുവൻ ഇങ്ങോട്ട് ചെയ്ത് എനിക്കണ്ട് കാണിച്ച് തന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, കുറച്ച് മൃഗങ്ങളുടെ ചിത്രമാണ്. എന്തോ ആവട്ടെ, തുണിയും കുപ്പായില്ലാത്ത കുറെ മൃഗങ്ങളുടെ എന്തൊക്കെയോ പോക്കിരിത്തരങ്ങൾ കാണിക്കുന്ന ചിത്രങ്ങൾ. കാർട്ടൂൺ എന്ന പേരിൽ ഇത്തരം കുട്ടികളെ വശീകരിക്കാനുള്ള ചതിയുടെ ഒരു വെബ്സൈറ്റിലേക്ക് എൻ്റെ കുഞ്ഞുമോൻ പോയിരിക്കുന്നു. വീണ്ടും ഞാനത് പരിശോധിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ്, ടോം ആൻഡ് ജെറി എന്നതിൻ്റെ സ്പെല്ലിങ് കുട്ടിൻ്റെ അടുത്ത് തെറ്റിപ്പോയതാ. TOM, ഒരു ഈയും കൂടി വേണമായിരുന്നു. അതൊന്നും ഇട്ടതോ ഇടാത്തതോ എന്തോ, ഇനിയിപ്പോൾ അത് കൃത്യമായി പറഞ്ഞ ഞങ്ങളൊക്കെ കൂടി ഞാൻ ടൈപ്പ് ചെയ്യാൻ പോകും. അതുകൊണ്ടാണ്
പേടിക്കണം. ചില കാര്യങ്ങളൊക്കെ പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അതാണ് ഇന്നത്തെ അവസ്ഥ. അങ്ങനെ എൻ്റെ കുഞ്ഞുമോൻ്റെ കയ്യിൽ ഒരു സ്പെല്ലിങ് തെറ്റിപ്പോയത് കൊണ്ട് വൃത്തികെട്ട ഏതോ വെബ്സൈറ്റിലേക്ക് എൻ്റെ കുഞ്ഞുമോൻ പോയി. ഈ ഉപ്പയുടെ സുഹൃത്തായത് കൊണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഉപ്പയോട് അവൻ ആ കാര്യം തുറന്ന് പറഞ്ഞു. ഫ്രണ്ട് അല്ലെങ്കിൽ നാട്ടുകാരോട് പറയും എൻ്റെ കുഞ്ഞ് എന്നേക്കുമായി ഇത്തരം അനാചാരത്തിൽ പെട്ട് എപ്പോൾ തെറ്റിപ്പോയി എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരിക്കലും കുട്ടികൾക്ക് നിങ്ങൾ ഇന്റർനെറ്റ് സ്വന്തമായി ഉപയോഗിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. വീട്ടിൽ ഇന്റർനെറ്റ് വേണം, TV വേണം, കമ്പ്യൂട്ടർ വേണം, മൊബൈൽ വേണം, മുഴുവനും വേണം. അതൊക്കെ എല്ലാവരും ഒരുമിച്ച് കാണുന്നിടത്ത് ഒരുമിച്ച് ഉപയോഗിക്കുന്ന, കുടുംബത്തിന് ഒന്നിച്ച് കാണുന്ന കേൾക്കുന്ന രീതിക്ക് അത് പ്രവർത്തിക്കുക. എൻ്റെ വീട്ടിൽ ഇതൊക്കെ ഉണ്ട്, ഞങ്ങൾ അങ്ങനെയാ പ്രവർത്തിക്കുന്നത്. ഒരു പ്രത്യേക പെർമിഷൻ അവൻ എടുത്തിട്ട് അനുവാദം ഞാൻ കൊടുത്തത് അവനെ എനിക്ക് വിശ്വാസമുള്ളത് കൊണ്ടാ. 4 വയസ്സാണെങ്കിലും എൻ്റെ കുഞ്ഞ് എന്നോട് എല്ലാം തുറന്നു പറയുമെന്ന വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാനത് അനുവദിച്ചത്. അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞു. അതിനുശേഷം അവൻ ആ ചോദ്യം തന്നെ നിർത്തി. ഉപ്പ ഇല്ലാത്തപ്പോൾ എനിക്ക് കമ്പ്യൂട്ടർ വേണ്ട എന്ന് എൻ്റെ കുഞ്ഞുമോൻ 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു. ഇങ്ങോട്ട് അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് അഭിമാനം തോന്നുന്നു എനിക്ക്. അത്തരം കുട്ടികളായി വളർത്താൻ ശ്രമിക്കുക. എനിക്ക് എൻ്റെ ഉപ്പ എന്നെ അങ്ങനെ വളർത്തിയത്. കുട്ടികൾക്ക് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് കേട്ടോ. എന്താ ഫേസ്ബുക്ക് എന്ന് ഉമ്മാക്ക് അറിയില്ല, കുട്ടികൾക്ക് അത് വേണ്ട. ഇല്ലെങ്കിൽ ഉമ്മ പഠിക്കണം, ഉപ്പ പഠിക്കണം. എന്താ ഫേസ്ബുക്ക്, എന്താ വാട്സപ്പ് എന്ന് കുട്ടികളോട് ചോദിച്ചു പഠിച്ചാൽ മതി. അത് നിങ്ങൾക്ക് അറിയില്ലേ? കുട്ടികൾക്കും വേണ്ട. ഒരുമിച്ച് വേണം, ഒരു അബദ്ധവും പറ്റില്ല. എൻ്റെ മക്കൾ ചെയ്യുന്ന എനിക്ക് കാണാം, ഞാൻ ചെയ്യുന്ന മുഴുവനും മക്കൾക്ക് കാണാം. എല്ലാവരും ഒരുമിച്ചിരുന്ന ഫ്രണ്ടുകളാണ്. ഉപ്പ പുറത്തു പോയാൽ, ഏത് ലോകത്തിന്റെ എവിടെ പോയാലും എൻ്റെ മക്കളുടെ ഫേസ്ബുക്ക് മെസ്സേജ് എനിക്ക് കിട്ടും. ഉപ്പ ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. ഉടനെ എനിക്ക് എൻ്റെ മൊബൈൽ എടുത്ത് നോക്കാം, എൻ്റെ മക്കൾ എന്തൊക്കെ ചെയ്തു കമ്പ്യൂട്ടറിലും എൻ്റെ ഫേസ്ബുക്കിലും അതും കാണാൻ പറ്റും. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ വെച്ച് കൊടുക്കണം. അടുത്തത് ഒരു ബോംബാണ്. സ്വകാര്യമായി എടുത്ത മൊബൈൽ പിക്ചറുകൾ മായ്ച്ച് കളഞ്ഞാലും അത് തിരിച്ചു കിട്ടും. നിങ്ങൾ മായ്ച്ച് ആ മൊബൈൽ വിറ്റാലും തിരിച്ചു കിട്ടും. അതുകൊണ്ട് തമാശക്ക് പോലും നിങ്ങൾ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുറത്ത് കാണാൻ പാടില്ലാത്ത ഒരു ചിത്രവും എടുക്കരുത്. അഥവാ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ ഫോൺ എന്നേക്കുമായി നശിപ്പിക്കുക. ഒരു സർവീസ് സെന്ററിലും അത് കൊണ്ടുപോകരുത്. അതാ അങ്ങനെ എടുക്കുന്ന പ്രോഗ്രാമിന്റെ പേരാണ് ഡാറ്റ റീകവറി സോഫ്റ്റ്വെയർ. എത്ര കൊല്ലം പഴയതായാലും കിട്ടും കേട്ടോ. കേസ് പിടിക്കുന്നതൊക്കെ അങ്ങനെയാണ്. ഷോപ്പിംഗ് മാള്, ബാങ്ക്, ജ്വല്ലറി എന്നീ സ്ഥലത്ത് നിങ്ങളെ റെക്കോർഡ് ഉണ്ടല്ലോ, ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ റബ്ബക്ക ലബൽ മിർസാദ്, അത് ഓർത്താൽ മതി. അവിടെയൊക്കെ ഉണ്ട്. അപ്പം എന്ത് ചെയ്യണം? അവിടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കുക. എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഏത് ഡ്രസ്സ് ഇട്ട് പോയാലും റെക്കോർഡ് ചെയ്യും. പക്ഷേ നല്ല ഡ്രസ്സ് ഇട്ട് മുഖം മറച്ചോ അല്ലെങ്കിൽ മുൻകൈയും നല്ല ശരീരം മറച്ച ആളുകളുടെ ചിത്രമൊന്നും ആരും ഇതുവരെ ദുരുപയോഗം ചെയ്തതായി കണ്ടിട്ടില്ല. മിച്ചഭൂമിയൊക്കെയുള്ള അവിടെയും ഇവിടെയൊക്കെ കാണിച്ച് തട്ടമില്ലാത്ത കൈയൊക്കെ കാണിക്കുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങളെ ഇതുവരെ ദുരുപയോഗം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ജ്വല്ലറിയുടെ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോൾ നല്ല തുണികുപ്പായൊക്കെ ഇട്ട് പോവുക. എന്തിന്? കോഴിക്കോട് ടൗണിൽ അടക്കമ്പോഴും സൂക്ഷിക്കണം. ഒക്കെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും ആയിട്ടില്ല, തിരൂര് എല്ലായിടത്തൊന്നും വന്നിട്ടില്ല. വെച്ചുകൊണ്ടിരിക്കുക. ടൗണിന്റെ ഭൂരിഭാഗവും ക്യാമറ കണ്ടില്ല, ദുരുപയോഗം ചെയ്തേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പരിചയമില്ലാത്ത വീടുകളിലും ഹോട്ടലുകളും പെൺകുട്ടികൾ ബാത്റൂം ഉപയോഗിക്കരുത്. എനിക്ക് പറയാളിപ്പോൾ അല്ലേ, എന്തുകൊണ്ട് പറയുന്നു എന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നിർമ്മിച്ചത് ദുരുപയോഗം എന്നല്ല, ഒറിജിനൽ ഉപയോഗത്തിന് തന്നെ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത് തെറ്റായ രീതിക്ക് ഉപയോഗിക്കില്ല, ശരിയായ രീതിക്ക് തന്നെയാണ് അത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അത് അങ്ങോട്ട് തന്നെ ഒരു ഉത്തരം പറയാം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഒരു സഹോദരി എന്നോട് പറഞ്ഞു തന്നതാ. പബ്ലിക് ബാത്റൂമിലൊക്കെ കയറുമ്പോൾ മുഖം മറച്ച് കയറുക. മുഖം തിരിച്ചറിയാത്ത ചിത്രങ്ങൾ ആരും ദുരുപയോഗം ചെയ്യില്ലല്ലോ, ആർക്കും വേണ്ടല്ലോ സാറേ എന്ന് ഒരു പെൺകുട്ടി ഇങ്ങോട്ട് പറയും. കോളേജിലെ ഒരു പെൺകുട്ടി പറഞ്ഞ വാക്കാ. അതുകൊണ്ട് പബ്ലിക് ബാത്റൂമിൽ സംശയം തോന്നിയ കയ്യിലെ ഷാള് ഉണ്ടെങ്കിൽ അതൊന്ന് തലയിൽ തട്ടിട്ടില്ലേലും വേണ്ടില്ല, ഷാളൊന്ന് കരുതിൽ വെച്ചോളി. എന്നിട്ട് ഒറ്റ മൂടൽ, എന്നിട്ട് ബാത്റൂമിൽ പോവുക, തിരിച്ചു വരുന്നത് അത് അയച്ചെടുക്കുക. ആ ചിത്രം ആരും ദുരുപയോഗം ചെയ്യൂല. ഒളി ക്യാമറകൾ കാണുന്നത് നല്ലതാ. ഇതൊക്കെ ക്യാമറയാണ് കാണുന്നത്. വലിയൊരു ബോംബാണ്. ആ ബോംബ് ഒന്ന് വിശദീകരിക്കുന്ന വേണം. അത്ര ഇമ്പോർട്ടൻ്റ് ബോംബാണ്. ഇപ്പം കല്യാണം കലക്കികൾ ഉണ്ടല്ലോ അല്ലേ, എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്. എൻ്റെ വീട് രണ്ടത്താണിയാണ് കേട്ടോ. രണ്ടത്താണിയിലും പരിസരത്തും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാവരും തിരൂരും ഒക്കെ ഉണ്ട് കല്യാണം കലക്കികൾ. അതൊരു പ്രത്യേക ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. പടക്കം പൊട്ടിക്കുക, ബോംബ് എറിയുക, പിന്നെ അതുപോലെ കതീന പൊട്ടിക്കുക, അതുപോലെ നീർക്കോലി തവളനൊക്കെ ബെഡ്റൂമിലേക്ക് കൊണ്ടിടുക. പാതിര നേരത്തെ 12 മണിക്ക് കിടന്നുറങ്ങുന്നിടത്തേക്ക് നല്ല പടക്കം പൊടിച്ചോണ്ടിടുക. പാവം ഉടുമുണ്ട് പുതച്ചിട്ടുണ്ടല്ലോ ഓടുന്ന് കണ്ട് തിരിച്ചുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തമ്മാടിത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണം കലക്കിയാൽ. പുതിയാപ്പിള പോകുമ്പോൾ ഹോണടിച്ചിട്ട് ഒച്ചയും വിളി ഉണ്ടാക്കുക, കയ്യിൽ കുറേ കയറ് കെട്ടിയിട്ട് പോവുക. ഇങ്ങനെ കുറേ ആഭാസങ്ങളൊക്കെ ഇപ്പം നടക്കുന്നുണ്ട്. അത്തരം നടക്കുന്ന ഒരു നാട്ടിലൊരു
വാപ്പാന്റെ മോനാണ് ഇതൊക്കെ ചെയ്യുന്നത്. വാപ്പ പള്ളി കമ്മിറ്റി മെമ്പറായിരുന്നു, നല്ല മനുഷ്യൻ, 5 വക്ത് നിസ്കരിക്കുന്ന നല്ല മനുഷ്യൻ, നിസ്കാരത്തായ്മൊക്കെ ഉള്ള മനുഷ്യൻ, നല്ല മനുഷ്യൻ. പക്ഷെ മോന്റെ പരിപാടി ഇതാ. അങ്ങനെ അവസാനം മോൻ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. ഒരു ദിവസം അവനും പെണ്ണ് കെട്ടണമല്ലോ, അവൻ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. ഉറപ്പാ അവന്റെ വീട്ടിലും ഇതൊക്കെ നടക്കുമെന്ന് ഉറപ്പാ. പള്ളി കമ്മിറ്റി പറഞ്ഞു, ഈ ഉപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലും ഇത് ആവർത്തിച്ചാൽ അന്ന് ഈ പള്ളി കമ്മിറ്റിയിൽ നിങ്ങൾ പുറത്താണ്, മയ്യത്ത് പോലും ഖബറിലേക്ക് അടക്കം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കൂല. കാരണം നിങ്ങൾ ഇവിടുത്തെ കാരണവരാണ്, ലീഡറാ. പാപ്പ ആകെ ബേജാറായി. അതുകൊണ്ട് മോന്റെ കല്യാണത്തിന് ഞങ്ങളാരും വരില്ല, നിക്കാഹ് വേറെ എവിടെന്തെങ്കിലും നടത്താൻ നോക്കുക, എന്തായാലും അവിടെ ആഭാസം നടക്കും എന്ന് പറഞ്ഞു. കാരണം ഇവനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട്. പാപ്പ ആകെ സങ്കടത്തിലായി. കല്യാണം എല്ലാവരും വിളിച്ചു, നാളെയാണ് കല്യാണം. അദ്ദേഹത്തിന് ഉറക്ക് വരുന്നില്ല, പാവം. നേരെ ഏകദേശം രാത്രി 10 മണിയായപ്പോൾ മകന്റെ വാതിൽ മുട്ടി. മോൻ വാതിൽ തുറന്നു. എന്നിട്ട് പാപ്പ പറഞ്ഞ മറുപടി ഇതാ, മോനെ നിന്റെ മക്കള് സുഹൃത്തുക്കളൊക്കെ കല്യാണത്തിന് വരുമോ നാളെ? പിന്നെ വരാതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ മോനെ? അതൊന്നും എനിക്കറിയില്ല. എന്നാൽ നിന്റെ ആ സുഹൃത്തുക്കളോടൊക്കെ ചെന്ന് പറ, നീ അവരൊന്നും കല്യാണത്തിന് വരരുതെന്ന് പറ. അതെങ്ങനെ ഉപ്പ നടക്കുക? ഉടനെ തന്നെ ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് ടിക്20 എന്ന വിഷം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നാളെ നീ പുതിയാപ്പിള ഇറങ്ങുമ്പോ ഉപ്പയുടെ മയ്യത്തും എടുത്തോ, അതിന്റെ 3 കഷ്ണം മുണ്ടും തുണിയും ഞാൻ കൊടുന്നു വെച്ചിട്ടുണ്ട്, ഖബർ ഞാൻ നേരത്തെ കളച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതാണ് പുതിയാപ്പിളയാണോ ആദ്യം ഇറങ്ങേണ്ടത്, മയ്യത്താണോ ആദ്യം ഇറങ്ങേണ്ടതെന്ന് മോനെ നീ തീരുമാനിച്ചോടാ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം വാതിൽ കുറ്റിയിട്ടു, അകത്തേക്ക് കയറി. മകന്റെ കയ്യും കാലും വറച്ചു. മകൻ മോട്ടോർ സൈക്കിൾ എടുത്ത് ഓടി തന്റെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക്. എല്ലാവരുടെ പോയി പറഞ്ഞു, എന്റെ ഉപ്പ നാളെ ആത്മഹത്യ ചെയ്യും നിങ്ങൾ വന്നാ, എന്റെ ഉപ്പ നാളെ മരിക്കും നിങ്ങൾ വന്നാ, എന്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെടും നിങ്ങൾ വന്നാ, ആരും എന്റെ കല്യാണത്തിന് വരരുത് എന്ന് വ്യക്തമായങ്ങ് പറഞ്ഞു. അവരനുസരിച്ചു. വാപ്പക്ക് വാക്ക് കൊടുത്തു. പിറ്റേ ദിവസം അൽഹംദുലില്ലാ ആരും വന്നില്ല കല്യാണത്തിന്. സുഹൃത്തുക്കൾ ആരും വന്നില്ല. നന്നായി കല്യാണം നടന്നു, നിക്കാഹൊക്കെ കഴിഞ്ഞു. രാത്രിയായി, എല്ലാവരും തിരിച്ചുപോയി. വന്നവരൊക്കെ തിരിച്ചുപോയി. കുടുംബങ്ങൾ, വീട്ടിലുള്ളവർ മാത്രം വന്ന്. മണിയറയെല്ലാം തയ്യാറായി. മണിയറയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന സമയത്ത് അത് വരുന്ന ഒരു 4-5 സുഹൃത്തുക്കൾ ആ വീട്ടിലേക്ക് ഒരു പൊതിയുമായി. പൊതിയങ്ങ് മോന്റെ കയ്യിലേൽപ്പിച്ച് പറഞ്ഞു, ഉപ്പയും ഉമ്മയും കേൾക്കെ പറഞ്ഞു, നിങ്ങൾ കല്യാണത്തിന് വരണ്ടാന്നല്ലേ പറഞ്ഞത്, പക്ഷേ ഈ സമ്മാനം ഞാൻ നേരത്തെ വാങ്ങിവെച്ചതാ, അത് തരാനാ ഞങ്ങൾ വന്നത്. എന്താണിതെന്ന് ചോദിച്ചപ്പോ പറയാം, പുലർച്ചെ 4 മണിക്ക് ഉണരണം, കുളിക്കണം, സുബഹി നിസ്കരിക്കണം, അത് കളാക്കരുത്. നിന്റെ ഉപ്പ പള്ളി കമ്മിറ്റിയിലെ പ്രധാന മെമ്പറല്ലേ, അതുകൊണ്ട് പൊന്നുമോനെ നീ അത് കാത്തു സൂക്ഷിക്കണം എന്നങ്ങ് പറഞ്ഞ്, ഇതൊരു ക്ലോക്കാണ്, അലാറമാണ്, എവിടെയെന്ന് എന്റെ മണിയറ, ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. ആ മണിയറയിൽ എല്ലാം സൂം ചെയ്ത് റെഡിയാക്കി അലാറം ഓൺ ചെയ്ത് വെച്ചു. ഇത് കേട്ട പാവം വിവരമില്ലാത്ത ഉമ്മയും ഉപ്പയും പൊട്ടിക്കരഞ്ഞു. ആ സുഹൃത്തുക്കൾക്ക് ബിരിയാണി ചൂടാക്കിക്കൊണ്ട് ടേബിളിൽ നന്നായി സൽക്കരിച്ചു വിട്ടു. അൽഹംദുലില്ലാ വളരെ ഉഷാറായി. കൈ കൊടുത്ത് സലാം പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞു. സുബ്ഹാനല്ലാഹ്. നേരം പുലർന്നപ്പോൾ ആ വീട്ടിൽ സംഭവിച്ച മുഴുവനും ആ തെമ്മാടികളായ തന്റെ സുഹൃത്തുക്കൾ അപ്പുറത്തെ ലോഡ്ജ് റൂമിൽ റൂം എടുത്തുകൊണ്ട് തന്റെ മൊബൈൽ ഫോണിൽ ഇവിടെ ഒളിപ്പിച്ചു വെച്ച ഈ ക്ലോക്ക് എന്ന 3G ക്യാമറയിലൂടെ മുഴുവനും പകർത്തി ആയിരക്കണക്കിലല്ല കോടിക്കണക്കിൽ ആളുകൾക്ക് ആ ചിത്രങ്ങൾ ലൈവായി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ ഒരു കോപ്പി പ്രിയപ്പെട്ട പിതാവിന്റെ മൊബൈൽ ഫോണിലേക്കും വന്നു. ഇത് കണ്ട പിതാവ് ഹാർട്ട് അറ്റാക്ക് വന്നു, കിടന്ന് പെടഞ്ഞങ്ങ് മരിച്ചു. അത് കണ്ട ഓടി വന്ന ഉപ്പ, അതിന്റെ ഉമ്മ ഈ ശവം മയ്യത്തിന്റെ മേലെ കെട്ടിപ്പിടഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമ്പോഴാ ഈ ബെഡ്റൂമിൽ ഈ വിവരം അറിയുന്നത്. വാതിൽ തുറന്നപ്പോ കണ്ട ഉപ്പയുടെ ബോഡിയും ഉമ്മയുടെ ആ പകുതി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ബോഡിയെയും ചാടിക്കടന്നുകൊണ്ട് ആ പ്രിയദേവിയെയും പിടിച്ചുകൊണ്ട് ആ അങ്ങ് ഓടി, ഒളിച്ചോടി. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആ ഉമ്മക്ക് ഇനി എന്ത് സംഭവിച്ചു എന്നറിയില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരെ, ഇത്തരം ആർഭാട കല്യാണങ്ങൾ സൂക്ഷിക്കുക. നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ്? അവർ തെമ്മാടികളാണോ? അവർ കള്ളുകുടിക്കുന്നവരാണോ? അവർ വ്യഭിചരിക്കുന്നവരാണോ? അവരെ കല്യാണത്തിന് വിളിക്കാൻ പാടുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കേണ്ട സമയമാണിത്. ഇതെങ്ങനെ അന്വേഷിക്കുമെന്നല്ലേ? അന്വേഷിച്ചേ പറ്റൂ. അത്രത്തോളം വഷളായിക്കൊണ്ടിരിക്കുകയാണ് പല കല്യാണങ്ങളും. അതുകൊണ്ട് ഇത് നടന്നതൊക്കെ ഒരുപാട് മലബാർ ഏരിയയുടെ അങ്ങോട്ടാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഏരിയയിൽ ഒത്തിരി നടന്നിട്ടുണ്ട്. അറ എന്നൊരു സമ്പ്രദായം അവിടെ ഉണ്ട്. അത്ര കിട്ടിയ സാധനം മുഴുവനും മണിയറയെ കൊണ്ടേ വെക്കും. എന്ത് പൊക്ക കിട്ടിയാലും, പ്ലേറ്റ് കിട്ടിയാലും, സാസർ കിട്ടിയാലും ഇതൊക്കെ കൊണ്ടേ വെക്കും അതിനകത്ത്. അവിടെയൊക്കെ ക്യാമറ ഉണ്ടോ എന്ന് നിങ്ങൾക്കും എനിക്കും അറിയില്ല. ഇത്തരം കള്ളു കുടിക്കുന്ന, ആർഭാടങ്ങളായ പടക്കം പൊട്ടിക്കുന്ന, പാമ്പിനിറക്കി വിടുന്ന കല്യാണത്തിൽ ഒരു പക്ഷേ ഇത്തരം ക്യാമറ ബോംബും നമുക്ക് കിട്ടിയേക്കാം. പടച്ചിറബ് കാക്കുമാറാകട്ടെ. ആ കാണുന്നതാണ് ഇതിന്റെ ക്ലോക്ക്. കാണുമ്പോൾ ഒരു സാധാരണ ക്ലോക്കാ, അതിലൊരു ക്യാമറ ഉണ്ട്. അത് നിർമ്മിച്ചത് എന്തിനു വേണ്ടി? കളവ് പിടിക്കാൻ, കള്ളന്മാരെ പിടിക്കാൻ, അതിനൊക്കെയാണ്.
പല ജ്വല്ലറിലും പലയിടത്തും വെക്കും. പാതിര നേരത്തെ ആരെങ്കിലും കള്ളൻ കയറിയാൽ അത് ക്ലോക്കല്ലേ എന്ന് തെറ്റിദ്ധരിച്ച് കള്ളന്മാർ മോഷ്ടിക്കുന്നതൊക്കെ കൃത്യമായി റെക്കോർഡ് ചെയ്യും. അതെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് നിന്ന് നമുക്ക് ആ കള്ളനെ പിടിക്കാൻ പറ്റും. അതിനുവേണ്ടി ഉണ്ടാക്കിയതാ, അത് ദുരുപയോഗം ചെയ്യാനല്ല. എന്നാൽ കള്ള് കുടിച്ച തെമ്മാടികൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക എന്നുള്ള നിലയ്ക്ക്, കാരണം ലോകത്ത് ഏറ്റവും അധികം ചെറിയ മുതൽ മുടക്കിൽ കോടികൾ സമ്പാദിക്കാൻ അത്തരം ബിസിനസ് ഇന്ന് പൊടിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മുടെ മലപ്പുറം ജില്ലയിലും വേരോടി തുടങ്ങിയിട്ടുണ്ട് ഈ ബിസിനസ്. അങ്ങനെ കിട്ടുന്ന ഒരു ഗിഫ്റ്റും എന്ത് ചെയ്യണ്ട, നമ്മളെ റൂമിൽ കൊണ്ടുവയ്ക്കാം. ഇതൊക്കെ ഒരു പ്രതിവിധി വേണം, ഒരു സൊല്യൂഷനും പറയണം. ഞാൻ അങ്ങനെ കഥ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എന്ത് സമ്മാനം കിട്ടിയാലും ബെഡ്റൂമിലേക്ക് കയറ്റണ്ട. അങ്ങനെ ഒരു ക്ലോക്കും വേണ്ട, അലാറും വേണ്ട. അതിന് നിങ്ങളെ കയ്യിലുള്ള അലാറോ ക്ലോക്കോ ഉപയോഗിച്ചാൽ മതി. അത് പറയാൻ മാത്രമാണ് ആ സ്ലൈഡ് ഞാൻ ഉപയോഗിച്ചത്. പറയാൻ കഴിയില്ല ഇന്നത്തെ ആൺകുട്ടികളുടെ സുഹൃത്തുക്കളെ പറ്റി നിങ്ങൾക്കും എനിക്കും അറിയില്ല. വീഡിയോ ചാറ്റിങ്ങും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ക്യാമറ വെച്ചുകൊണ്ട് ഗൾഫിലെ ഭർത്താക്കന്മാരുമായി കണ്ട് സംസാരിക്കുന്ന കുടുംബങ്ങളെ ശ്രദ്ധിക്കുക. മുഖത്ത് നിന്ന് നിങ്ങളുടെ ക്യാമറ മറ്റെവിടേക്കും താഴ്ത്തരുത്. മുഖത്തങ്ങനെ നോക്കി നിങ്ങൾ സംസാരിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും ഇപ്പം ഞാൻ വേണ്ടാന്ന് പറയുന്നില്ല. ഭർത്താവ് ഗൾഫിൽ പോകുമ്പോൾ ഒരു കമ്പ്യൂട്ടർ വെച്ചു കൊടുക്കും, ഒരു ക്യാമറയും വെച്ചു കൊടുക്കും. എന്നിട്ട് കണ്ട് സംസാരിക്കുക. നല്ലതാ, 2-3 കൊല്ലമായി പാവം ഇങ്ങോട്ട് വന്നിട്ട്, അപ്പോൾ ഒന്ന് കണ്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ സംസാരിച്ചോ. പക്ഷെ സംസാരിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പല റിംഗ് ടോണുകളായി തേനും പാലും നിറഞ്ഞ വാക്കുകൾ ഇന്ന് കുഞ്ഞു മക്കളെ മൊബൈൽ ഫോണിലെ റിംഗ് ടോണുകളാണ്. അതുകൊണ്ട് അത്തരം വാക്കുകൾ നിങ്ങൾ യൂസ് ചെയ്യരുത്. അത് റെക്കോർഡ് ചെയ്യും. അതോടൊപ്പം നിങ്ങളുടെ മുഖത്ത് വെച്ച ആ ക്യാമറ ഒരിക്കലും താഴോട്ട് ചലിപ്പിക്കരുത്, ഉടനെ റെക്കോർഡ് ചെയ്യും. മൊബൈൽ ഫോൺ ഷോറൂമിലേക്ക് കുട്ടികളെ പറഞ്ഞു വിടരുത് കേട്ടോ. ഷോറൂമിലേക്കും സർവീസ് സെന്ററിലേക്കും പ്രായം പൂർത്തി ആവാത്ത മക്കളെ മൊബൈൽ കൊടുത്ത് വിടരുത്. റീചാർജ് കൂപ്പണോ സർവീസ് സെന്ററിലേക്കോ വിടരുത്. അവർ ഓഫർ എന്ന പേരിൽ നീല ചിത്രങ്ങൾ കൊടുക്കുന്നുണ്ട്, ആൽബം എന്ന പേരിലാണ് കൊടുക്കുന്നത്. വീട്ടിലെത്തുന്നതിന് മുമ്പ് കോണിക്കൂട്ടിന്റെ ഉള്ളിലിരുന്ന് കുഞ്ഞുമോൾ അതൊക്കെ കണ്ടിട്ടാ മായ്ച്ചിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അവൾ വീണ്ടും ചോദിക്കും, ഉമ്മ റീചാർജിന്റെ സമയമായില്ലേ, ഞാൻ പോയി നിറച്ചു കൊണ്ടുവരാൻ. ഒരിക്കലും നിങ്ങൾ മക്കളെ അതിന് അനുവദിക്കരുത്. അവർക്ക് മൊബൈൽ ഫോൺ ഇല്ല, അതുകൊണ്ടാ പറയുന്നത്. അവർക്ക് മൊബൈൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ ഉമ്മയുടെ മൊബൈൽ വായ്പ കൊടുക്കുന്ന കാര്യമാണ് ഈ സംസാരിക്കുന്നത്. സ്വന്തം മൊബൈൽ ഉണ്ടെങ്കിൽ അപ്പൊ എന്തൊക്കെ ചെയ്യും നിങ്ങൾ ചിന്തിക്കുക. ഫോൺ ഉപയോഗിച്ച് നടക്കുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാവും കേട്ടോ. കാരണം തല പൊക്കി പിടിച്ചാൽ നടക്കുക. ഗട്ടറിൽ ചാടുന്നുണ്ട്, കാർ ഇടിക്കുന്നുണ്ട്, ബസ് ഇടിക്കുന്നുണ്ട്, റെയിൽവേ ക്രോസ് ചെയ്യുന്നവർ മൊബൈൽ ചെവിയിൽ വെച്ചാണ് തീവണ്ടി വരെ കാണുന്നില്ല. അത്ര ഒരുപാട് അപകടങ്ങളാണ്. സൂക്ഷിക്കുക. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ നിങ്ങൾ മൊബൈൽ കൊടുക്കരുത്. അവരത് വായിലിടും, തല പൊട്ടിത്തെറിക്കും. ഓരോ ദിവസം ഓരോന്ന് എന്ന നിലയ്ക്ക് തല പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കണം ഇന്ന് ഇന്ത്യയിൽ. വാട്സപ്പിലൂടെ അങ്ങനെ വരുന്നുണ്ട്, പത്രങ്ങളിലും ചിലത് വരാൻ തുടങ്ങി. കാരണം കുട്ടി കരയും, കുട്ടിക്കൊരു MP3 പാട്ട് കൊടുക്കും, ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും, കുഞ്ഞിന്റെ കയ്യിൽ നിങ്ങളത് കൊടുക്കും. കുട്ടി നിങ്ങൾ അറിയാതെ അത് വായിലിടും. വായിലേക്കിന്റെ ഉള്ളിലെ ഉമിനീര് ബാറ്ററിയിലാകും, അത് ഷോർട്ടാകും, പൊട്ടിത്തെറിക്കും. തല വിടർന്ന് പൊട്ടിത്തെറിച്ച ഒത്തിരി കുഞ്ഞുങ്ങളെ ഫോട്ടോ ഇന്ന് വാട്സപ്പിലൂടെ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കളിക്കാനും വിളിക്കാനും നിങ്ങൾ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കരുത്. പ്രായം ചെല്ലുമ്പം അവർ ഒറിജിനൽ വേണമെന്ന് വാശി പിടിച്ച് കരയും, നിങ്ങളത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ കളിക്കോപ്പ് പോലെ കളിപ്പാട്ടം പോലെ കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കളിക്കാനും വിളിക്കാനും കൊടുക്കരുത്. ഈ ഡേഞ്ചറോട് കൂടി റേഡിയേഷൻ എന്നൊരു മാരകമായ അസുഖം വേറെയുമുണ്ട്. തലയണയുടെ അടിയിൽ മൊബൈൽ വെച്ച് അലാറം വെച്ച് കിടന്നുറങ്ങും അധിക സ്ത്രീകൾക്കും തലവേദന കൂടുന്നുണ്ടത്രേ. അതുകൊണ്ട് തലക്കാണിന്റെ ചുവട്ടുന്നാണ് മാറ്റിക്കളിയ സാധനം കേട്ടോ. നേരം പുലരുവോളം നിങ്ങൾക്ക് റേഡിയേഷനാണ്. തലവേദന കൂടും, കണ്ണിന് കാഴ്ച, തലയിറ്റല്, പല അസുഖങ്ങളും ഇന്ന് കൂടിക്കൂടി വരുന്നതിൻ്റെ ഒരു ചെറിയ കാരണം ഈ മൊബൈൽ ഫോൺ തലയണക്കടിയിൽ വെച്ചതുകൊണ്ടാണ്. അത് മാറ്റിവെച്ച് അലാറം അപ്പുറത്തിരിക്കട്ടെ. ഇടിമിന്നലുള്ളപ്പോൾ മൊബൈൽ ഉപയോഗിച്ചോ, സാധാ ഫോൺ ഉപയോഗിക്കരുത്. സാധാ ഫോണിലൂടെ ഇടിമിന്നലേൽക്കും, മൊബൈൽ ഫോണിലൂടെ ഇടിമിന്നലേൽക്കുകയില്ല. എൻ്റെ ചിത്രം റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നിങ്ങളെ തലയിലത് നാളെ മറക്കരുത് നിങ്ങൾ. കാരണം പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. ഇനി മൊബൈലിൽ സംസാരിക്കുമ്പോൾ ചാർജ് കൊടുക്കരുത് കേട്ടോ, പ്ലഗ് കൊടുക്കരുത്. എവിടെ കറണ്ട് വയർ കൊടുക്കരുത്. ഊരിട്ട് സംസാരിക്കുക. അത്ര ഇടിമിന്നൽ ഉണ്ടെങ്കിലും മൊബൈലിലൂടെ ഇടിമിന്നൽ ഏൽക്കൂല. പക്ഷെ ഇടിമിന്നൽ ഏൽക്കാൻ പടച്ചോൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏൽക്കും. അത് മിന്നൽ ഉള്ള സമയത്തായാലും മൊബൈൽ ഉപയോഗിക്കണായാലും കക്കൂസിലിരിക്കുമ്പോഴും പഴംപൊരി തിന്നുമ്പോഴും ചിലപ്പോൾ മിന്നൽ ഏൽക്കും. അത് പഴംപൊരിയുടെ കുറ്റല്ല കേട്ടോ. ഇന്നത്തെ പുതുതലമുറ ആകെ ഒരു വല്ലാത്ത ലഹരിയിലാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കുറച്ച് വേഗത കൂട്ടിയിട്ടുണ്ട്, എന്നാലും ഒരു 10 മിനിറ്റ് കൂടിയൊക്കെ ഉണ്ടാകും തോന്നുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്. 2 മണിക്കൂറൊക്കെ എടുക്കേണ്ടതാണ്. നിങ്ങളത് ചുരുക്കി 1 മണിക്കൂറിലേക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോവാണ്. വിശദമായി എടുക്കേണ്ട ഒരു ക്ലാസ്സാണിത്. പുതുതലമുറക്ക് IT-യും ലഹരി എന്ന് പറയാനുള്ള കാരണം ഇന്ന് കുട്ടികളാണ് ഇതിൻ്റെ ഭൂരിഭാഗവും ഇതിനെ ദുരുപയോഗം ചെയ്യുന്നത്. ചെറിയ കുട്ടികളിൽ ഒരു പഠനം നടത്തിയിട്ട് 100 കുട്ടികളെടുത്തപ്പോൾ 80% കുട്ടികൾക്ക് മൊബൈൽ ഫോൺ എൻ്റെ UP2 മേലോട്ട്.
ആരാ വാങ്ങിത്തന്ന് വെച്ചാൽ പകുതി പറഞ്ഞു ഉമ്മ ഉപ്പ വാങ്ങിത്തന്നതാ, പകുതി പറഞ്ഞു സൗജന്യമായി ഗിഫ്റ്റ് കിട്ടിയതാണ്. 7ാം ക്ലാസ് കുട്ടികൾക്ക് വരെ കാമുകന്മാർ ഇത് സൗജന്യമായി കൊടുക്കുന്നുണ്ട്. വീട്ടിലെ ഉമ്മയും ഉപ്പയും ചോദിക്കുന്നില്ല എവിടെ നിന്ന് കിട്ടിയെന്ന്. അത് ഫ്രീ ആയി കിട്ടിയെന്ന് പറയുമ്പം സന്തോഷിച്ചിരിക്കുക, എങ്ങനെ കിട്ടിയെന്ന് ആരും ചോദിക്കുന്നില്ല. അതുകൊണ്ട് ഓർക്കുക, പല കുട്ടികളും ഇത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അത് ഒരു കഥ പറയുമ്പോൾ അതാണ് തീരും. ഒരു സ്റ്റോറിയിലൂടെ ആവാം എല്ലാം. ഞാൻ സ്റ്റോറിയാ. 9 പഠിക്കുന്ന ഒരു കുട്ടി പറഞ്ഞു എനിക്കൊരു മൊബൈൽ ഫോൺ വേണം, ഉമ്മ എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഉടനെ കുട്ടി എനിക്കൊരു മോട്ടോർ സൈക്കിളും വേണം, പെട്ടെന്ന് പോകും. കാരണം ഇന്ന് കുട്ടികൾക്ക് വേണ്ട 2 സാധനം. ആൺകുട്ടിയാണെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഒരു മോട്ടോർ സൈക്കിളും, പെൺകുട്ടിയാണെങ്കിൽ ഒരു മൊബൈൽ, അതൊരു ടച്ച് സ്ക്രീനൊക്കെ ഉള്ളതായാൽ മതി. ഇന്ന് കുട്ടികളുടെ മിനിമം ആവശ്യമാണ്. ഈ ആൺകുട്ടി പറഞ്ഞു 10 സെന്റ് ഭൂമിയും ഒരു വീടും, പാവം ഗൾഫിൽ 10 കൊല്ലമായി അധ്വാനിക്കുന്ന വാപ്പയും, കടം വീടിയിട്ടില്ല വീട്ടിൽ, ഏക മകൻ 9ാം ക്ലാസ്സിലെത്തി. അവന്റെ ആവശ്യം ഉമ്മാക്ക് നിറവേറ്റണമെന്നുണ്ട്, പണമില്ലല്ല മോനെ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ മകൻ കളവ് പറഞ്ഞു, ഉമ്മ ഇന്നൊരു മോട്ടോർ സൈക്കിൾ വാങ്ങിച്ചാൽ ഒരു മൊബൈൽ ഫോൺ ഫ്രീ ആണ്. എടാ അതിന് എന്ത് വരും? അപ്പം ഉമ്മാന്റെ തലകത്തി, അതിനെന്ത് വരും? മോന്റെ അടുത്ത നമ്പർ വെറും 10,000 രൂപ ഉള്ളൂ മോനെ. ഉമ്മ 10,000 ഉറുപ്പ്യ ഉള്ളൂ. മൊബൈലും ഒരു മോട്ടോർ സൈക്കിളും കൂടി ഒരിക്കലും കിട്ടില്ല കേട്ടോ. പാവം വിഡ്ഢിയായ ഈ ഉമ്മ അത് വിശ്വസിച്ചു. എങ്ങനെയോ 10,000 ഉറുപ്പ്യ കൊടുത്തു. മോൻ അതുമായി സ്കൂളിൽ പോകാൻ തുടങ്ങി. SLC സമയത്ത് ഒരുപാട് പറഞ്ഞിട്ടാ, SLC ട്യൂഷനാ, എനിക്ക് അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്ന് പറഞ്ഞ് ഉമ്മാനെ ബ്രെയിൻ വാഷ് ചെയ്തു. ഉമ്മ വാങ്ങിച്ചു കൊടുത്തു. അതുമായി മോൻ പോവാൻ തുടങ്ങി. ഉമ്മ ഊറ്റത്തോടെ പറയാൻ തുടങ്ങി, എൻ്റെ മോനാ എന്ത് മിടുക്കനാവൻ, അവൻ ഈ മൊബൈലിൻ്റെ എല്ലാ കാര്യവും അറിയാം. നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ട് ചോദിക്കും, എൻ്റെ കുട്ടിനോടാണ് ഇതൊക്കെ ചോദിക്കുക, ഓനതൊക്കെ ഓരെ പഠിപ്പിക്കുന്നത്, അവൻ ഭയങ്കര ഉഷാറാട്ടോറ്. ഉമ്മ ഇങ്ങനെ ആവേശം കൊണ്ടു. മോട്ടോർ സൈക്കിളും കൂടി ആയപ്പോൾ പറയും വേണ്ട, ഒരു വിമാനം കിട്ടിയ മോഹം. കാരണം തൻ്റെ കുട്ടിക്കാലത്ത് ആഗ്രഹത്തിൽ നടപ്പിലാക്കാൻ പറ്റാത്തതൊക്കെ മക്കളിലൂടെ നടപ്പിലാക്കി കാണാൻ കൊതിക്കുന്ന ഉമ്മമാരെ ആ വിഷയത്തിൽ കുറ്റം പറയണോ പറയണ്ടേ? പറയണം. അതല്ല ഉമ്മ അതല്ല മറുപടി കൊടുക്കേണ്ടത്. പറഞ്ഞുതരാം. അങ്ങനെ മോൻ ഒരു 5-6 മാസം മുന്നോട്ട് പോയി. അതാ മോന് ആക്സിഡന്റായി. സുബ്ഹാനല്ലാഹ്, അവൻ വണ്ടിയുമായി കൂട്ടിയിടിച്ചു. അബോധാവസ്ഥയിൽ ആശുപത്രിയിലായി. വാപ്പാക്ക് വിവരമറിയിച്ചു. വാപ്പ ഓടി വന്നു. ഏക മോനാണ്, മിണ്ടുന്നില്ല, ചലിക്കുന്നില്ല. വിരലുകളൊന്ന് ചലിക്കുന്നതും കാത്ത് ഉപ്പയും ഉമ്മയും അപ്പുറം ഇപ്പുറം ഇരുന്ന് കുഞ്ഞുമോനെ നോക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കാം നമുക്ക്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ സുബ്ഹാനല്ലാഹ് അണ്ണാക്കിൽ 10 പാക്കറ്റ് പാൻപരാഗായിരുന്നത്ര ഒരു നേരം ആ കുട്ടി കഴിച്ചിരുന്നത്. ഒരു നേരം 10 പാക്കറ്റ് പാൻപരാഗ് അടിച്ചാൽ കുപ്പിക്കണക്കിൽ മദ്യം കഴിക്കുന്നതിന് തുല്യമാ. വല്ലാത്ത ലഹരിയിലായിരുന്നു കുട്ടി. അങ്ങനെ എന്ത് ചെയ്യാൻ? അവന്റെ വിരലൊന്ന് ചലിക്കുന്നതും നോക്കി ആ പാവം പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കാത്തിരുന്നു. തന്റെ സ്കൂളിലെ വിദ്യാർത്ഥികൾ കാണാൻ വന്നു. ഓരോരുത്തർ കണ്ടിങ്ങനെ പോകുമ്പോൾ മോന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ ഒഴുകണോ. അത് കണ്ട ഉമ്മ ചോദിച്ചു, എന്താണ് എൻ്റെ മോൻ ഇപ്പൊ കരയുന്നത്? അപ്പൊ ഡോക്ടർ പറയാ, അവന് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ചലിക്കാൻ പറ്റുന്നില്ല, എന്തെല്ലാമോ വാവിട്ട് കരയണം പറയണമെന്നുണ്ട്, പക്ഷേ പുറത്തേക്ക് ശബ്ദം വരുന്നില്ല. അതാണ് എൻ്റെ അസുഖം. അവൻ പറയുന്ന ഒരു പക്ഷേ ഇങ്ങനെ ഇതാകും, അമിത ലഹരിയിൽ ഞാൻ മദ്യം കഴിച്ച് ലഹരി കഴിച്ച് അമിത വേഗതയിൽ ബൈക്കോടിച്ച് ആക്സിഡന്റായി ഇഞ്ചിഞ്ചായി മരണപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന് വാവിട്ട് കരഞ്ഞ് പറയുന്നുണ്ടാവും. പക്ഷേ ശബ്ദം പുറത്തേക്ക് വന്നില്ല. 30ഓളം ദിവസം അങ്ങനെ കിടന്നു. ആ കുഞ്ഞുമോൻ അങ്ങ് മരണപ്പെട്ടു. അവനെ മറവ് ചെയ്തു. വാപ്പയും ഉമ്മാക്കും ഭ്രാന്തായി, സമനില തെറ്റി. ആശുപത്രിയിലൊന്നും പോയില്ല, ഗൾഫിലേക്കൊന്നും ജോലിക്ക് പോയില്ല, വീട്ടിലങ്ങനെ ഇരുന്നു. ഭക്ഷണത്തിന് അയൽവാസികൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് മാസങ്ങൾ കടന്നുപോയി. അത് വരുന്ന 2-3 ഗുണ്ടകൾ ആ വീട്ടിലേക്ക്. എന്തേ വന്നെന്ന് ചോദിച്ചപ്പോൾ ഈ മോട്ടോർ സൈക്കിൾ ജപ്തി ചെയ്യാൻ വന്നതാണ്. ഉമ്മ പറയാ, 10,000 ഉറുപ്പിക എൻ്റെ മോൻ വാങ്ങിയതാ, ഞാൻ കൊടുത്ത കാശ്, അതെന്ത് നിങ്ങൾ ജപ്തി ചെയ്യണം? വിഡ്ഢിയായ ഉമ്മയുടെ ഡയലോഗ്. ഉടനെ തന്നെ ആ ഗുണ്ടകൾ പറഞ്ഞത്, 55,000 ഉറുപ്പിയുടെ ബൈക്കാ, 45,000 രൂപ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ഞങ്ങളെടുത്തുന്ന ഇൻട്രസ്റ്റ് പലിശക്കെടുത്തതാ. ഒരു മാസം 3,000 രൂപ പലിശ അടക്കാമെന്ന എഗ്രിമെന്റ്. അതുകൊണ്ട് അത് അടച്ചിട്ടില്ല, 5-6 മാസമായി ഞങ്ങൾ കൊണ്ടുപോകുന്നു. ബൈക്ക് അവനെ കൊണ്ടുപോയി. അപ്പോഴാണ് ഈ വിഡ്ഢിയായ ഉപ്പ, ആ വിഡ്ഢിയായ തന്ത ഓർക്കുന്നത്, എല്ലാ മാസവും 3,000 രൂപ നീ കൊടുത്തിരുന്നോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഉമ്മ കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ ഉണ്ടാക്കി? എല്ലാ മാസവും മൊബൈൽ ഫോണിൽ തോണ്ടി കളിക്കാൻ കാശ് എവിടെ നിന്ന് കിട്ടി? എല്ലാ മാസവും കള്ളു കുടിക്കാൻ, പാൻപരാഗ് അടിക്കാൻ കാശ് എവിടെ നിന്ന് കിട്ടി? തന്തക്ക് കത്തിയത് അപ്പോഴാ ഓടി തന്റെ സ്കൂളിലേക്ക്. ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഗെറ്റ് ഔട്ട്,
മരണപ്പെട്ടതിന് ശേഷമാണ് ഈ സ്കൂൾ മുറ്റത്തേക്ക് എത്ര തവണ വാർണിംഗ് ലെറ്റർ തന്നു വീട്ടിലേക്ക് ഈ സ്കൂളിലേക്ക് ഒന്ന് വരാൻ, നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? ഇപ്പോഴാ വരുന്നത്. നിങ്ങളുടെ മകൻ മരണപ്പെട്ടതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം, ഞങ്ങൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ കുട്ടിയാണ് ഇവിടെ പാൻപരാഗും മദ്യവും ഹോൾസെയിലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോണിലൂടെ നീല ചിത്രങ്ങൾ എല്ലാ കുട്ടികൾക്കും എത്തിച്ച് വൃത്തികേടാക്കിയതും ഒരുപാട് നൂറുകണക്കിന് കുട്ടികളെ ലഹരി കടിമപ്പെടുത്തിയത് നിങ്ങളുടെ മകനാ. എത്ര തവണ വാർണിംഗ് ലെറ്റർ തന്നു, എന്തേ സ്കൂൾ മുറ്റത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ല? ഗെറ്റ് ഔട്ട് എന്നും പറഞ്ഞ ആ ഉപ്പയെ പുറത്താക്കി. കരഞ്ഞുകൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് അങ്ങും ഇങ്ങും ഇരുന്നു പൊട്ടിക്കരഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ? മകനും നഷ്ടപ്പെട്ടു, മാനവും നഷ്ടപ്പെട്ടു, സമ്പത്തും നഷ്ടപ്പെട്ടു, ആരോഗ്യവും നഷ്ടപ്പെട്ട ആ പാവം പൊട്ടിക്കരഞ്ഞു. അതവരൊന്ന് വീണ്ടും കുറെ ഗുണ്ടകൾ ആ വീട്ടിലേക്ക്, ഗുണ്ടകളല്ല പോലീസ് വാഹനമാ. എന്താണെന്ന് ചോദിച്ചു. വീട് ജപ്തി ചെയ്യാനാ വന്നത്. കാരണം എന്താണ്? നിങ്ങളുടെ മകൻ ഓടിച്ച ആ ബൈക്കിന് നിങ്ങളുടെ മകന് ലൈസൻസ് ഇല്ലായിരുന്നു. അവൻ 15 വയസ്സേ അവന് പൂർത്തിയായിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനും ഉത്തരവാദി ഈ കുട്ടിയുടെ തന്തയാണ്, ഉപ്പയാണ്, പിതാവാ. അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ 4.25 ലക്ഷം രൂപ നിങ്ങൾ ഇന്ന് ആശുപത്രി ഫീസ് അടക്കണം. കാരണം കുട്ടിയുടെ തൊട്ടുപുറകിൽ മറ്റൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ നട്ടെല്ല് പൊട്ടി ആശുപത്രിയില, ഇപ്പോഴും ചികിത്സ പൂർത്തിയാക്കിയിട്ടില്ല. ഇൻഷുറൻസ് കമ്പനി 1 രൂപ പോലും തന്നിട്ടില്ല. കാരണം പ്രായപൂർത്തിയല്ലാത്ത മക്കൾക്ക് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ രക്ഷിതാക്കൾ വേണം ആ മുഴുവനും തുകയടക്കാൻ. അതിന്റെ വാർണിംഗ് നോട്ടീസ് കോടതിയിൽ ഒന്ന് 4 തവണ അയച്ചു. നിങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. കാരണം മാനസിക നില തെറ്റിയവർക്ക് എന്ത് വക്കീൽ നോട്ടീസാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇത് ജപ്തി ചെയ്ത കടം വീട്ടാൻ പോകുന്നു. എന്നെ അറസ്റ്റ് ചെയ്യണ്ട, എനിക്ക് സമ്പത്ത് വേണ്ട, എന്നെ വെറുതെ വിടണമെന്നും പറഞ്ഞു പാവം തന്റെ ഭാര്യയുടെ കയ്യും പിടിച്ചുകൊണ്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് എവിടേക്കാ? കുറ്റിപ്പുറത്തെ തവനൂരിലെ വൃദ്ധസദനത്തിലേക്കാ പോയത്. അവിടെ നിങ്ങൾ ഇന്ന് പോയാൽ കാണാം, കാനിൽ തങ്ങല കൊണ്ട് ബന്ധിച്ച ഒരു പ്രിയപ്പെട്ട പിതാവിനെ. അപ്പുറത്തെ സെല്ലിലേക്ക് പോയാൽ എന്റെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് 10-14 വയസ്സായ ആൺകുട്ടികളെ കണ്ടാൽ മോനെ എന്നും പറഞ്ഞു ഓടി വന്നുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരയുന്ന ഒരു ഉമ്മയെ നിങ്ങൾക്ക് കാണാം. ആരാണ് അവിടെ കൊണ്ടുവന്നാക്കിയത്? ആ നിലക്കാക്കിയത് ആരാണ്? ആ ഉമ്മ തന്നെയാണ്, ആ ഉപ്പ തന്നെയാണ്. രക്ഷിതാക്കളായ ഞാൻ തന്നെയാണ് അതിന്റെ ഉത്തരവാദി. നിങ്ങൾ തന്നെയാ. ആ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളല്ല. ഒരിക്കലും ആ കുഞ്ഞുമക്കളെ കുറ്റപ്പെടുത്താൻ ഞാൻ അനുവദിക്കില്ല, ആരും സമ്മതിക്കില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം പോലും അതിനനുസരിക്കുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം വാങ്ങിക്കൊടുക്കണമെന്ന് ഈ സദസ്സിന്റെ അവസാനത്തിൽ നിങ്ങൾ സ്വയം അങ്ങ് തീരുമാനമെടുക്കുക. കടാര വേണോ, വിഷം വേണോ, കത്തി വേണോ, മാരകമായ തോക്ക് വേണോ? അതിന് തുല്യമാണ് മൊബൈൽ ഫോണും മോട്ടോർ സൈക്കിളും എന്ന്. ഇതിലും കൂടുതൽ വല്ല സനതും തെളിവുകളും ആയത്തും നിങ്ങൾക്കിനി വേണോ? അതുകൊണ്ട് കുഞ്ഞുമക്കളെ നന്നായി പരിപാലിക്കാൻ ശ്രമിക്കാതെയും ഈ കുടുംബ സദസ്സിനോട് അവസാനമായി എനിക്ക് പറയാനുള്ളതും അത് മാത്രമാ. എൻ്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും എനിക്ക് കാണിച്ചു തന്നതും അത് മാത്രമാ. ഇന്ന് പറയാൻ ഒരുപാട് ആളുകളുണ്ട്, പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ് പൊന്നുമക്കളെ. കാരണം ഞാനിത് പറയുന്നത് കുഞ്ഞുനാളിൽ എനിക്ക് 8 വയസ്സുള്ളപ്പോൾ എൻ്റെ ഉമ്മയോടൊന്ന് ചോദിക്കാതെ, എൻ്റെ ഉമ്മയോടൊന്ന് സലാം പറയാതെ, എൻ്റെ ഉമ്മയുടെ കവിളിൽ ഒരു കിസ് കൊടുക്കാതെ ഈ കുഞ്ഞുമോൻ എൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് പടിയിറങ്ങിയിട്ടില്ല. പോകുന്ന സമയത്ത് ഉമ്മയെങ്ങ് വിളിക്കും, പൊന്നുമോനെങ്ങ് വാടാ എന്ന് വിളിച്ചുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ടുകൊണ്ട് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാക്കുകൾ ഇന്നും എൻ്റെ മണ്ടയിൽ കിടക്കണ. ഉമ്മ പറയും, എൻ്റെ മോന് വരും ഒരു നല്ല കാലം, പടച്ചോനെ നിനക്ക് തരും നല്ലൊരു കാലം. എന്തൊരു വല്ലാത്ത വാക്കാ. എൻ്റെ മക്കൾക്കും വരും ഒരു നല്ല കാലം. മോനെ, നിനക്ക് നല്ല സാമ്പത്തികമായ സ്കൂളിൽ പറഞ്ഞയക്കാൻ സമ്പത്തില്ല, ഭക്ഷണം തരാൻ ഉമ്മാക്ക് കഴിഞ്ഞിട്ടില്ല, പടച്ച റബ്ബ് നിന്നെ സഹായിക്കുമടാ, നീ നല്ല കുട്ടിയാകുമടാ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കാത്ത ഒരു ദിനവും ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ വീട് വളരെ പട്ടിണിയായിരുന്നു, വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളും സമ്പത്തും എൻ്റെ ഉമ്മാക്കില്ലായിരുന്നു. അതുകൊണ്ട് ഉമ്മയുടെ പ്രാർത്ഥന പടച്ച റബ്ബങ്ങ് കബൂലാക്കി. അതുകൊണ്ടായിരിക്കാം അൽഹംദുലില്ലാ ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ നിന്നുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. തീർന്നില്ല, എൻ്റെ പ്രിയപ്പെട്ട പിതാവും എൻ്റെ കൈ പിടിക്കും. 7-ാം വയസ്സിൽ എൻ്റെ കുഞ്ഞു വിരൽ പിടിച്ചുകൊണ്ട് അത്തിപ്പുറ രണ്ടത്താണിയിലെ അത്തിപ്പുറ മഹലിലേക്ക് കൊണ്ടുപോകും. എന്തിന്? പ്രാക്ടിക്കൽ കാണിച്ചു തരാൻ. തിയറി അല്ല, പാഠപുസ്തകത്തിലെ ക്ലാസ് അല്ല, എൻ്റെ വിരൽ പിടിക്കുക ചെയ്യുക. കൊണ്ടുപോകും, പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ജുമാ കഴിഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങി ഒരുപാട് ഖബറിന്റെ അടുത്തുകൂടെ പോയിട്ട് പറയും, മോനെ ഇതിലൊന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെ ഖബറ്, ഞാനൊന്ന് ദുആ ചെയ്യടാ, എൻ്റെ ഉപ്പാക്ക് നീ ആമീൻ പറയണം. ഒന്നും മനസ്സിലാക്കാതെ ഈ പാവം അങ്ങ് ആമീൻ എന്നൊക്കെ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു,
വർഷങ്ങൾ കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് അങ്ങ് മരണപ്പെട്ടു. മറക്കാൻ കഴിയില്ല എൻ്റെ ഉപ്പയെ ഒരിക്കലും. ഞാനും അത് ആവർത്തിച്ചു. വീണ്ടും കഴിഞ്ഞു വർഷങ്ങൾ മുന്നോട്ട്. എനിക്കും കിട്ടിയ ഒരാൺകുട്ടിയെ എൻ്റെ ഉപ്പ കാണിച്ചു കൊടുത്ത പോലെ എൻ്റെ കുഞ്ഞുമോനെ പിടിച്ചു. ഞാൻ അവിടെ നേരെ പോയി അതേ മഹലിലേക്ക്, അതേ ഉപ്പ നടന്ന വഴിയിലൂടെ ആ കാടുകളൊക്കെ ഇങ്ങനെ ഉപ്പാന്റെ കാൽപ്പാട് തട്ടി മറിഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ പോയിട്ട് എൻ്റെ ഉപ്പന്റെ അടുത്ത് നിന്ന് ഞാൻ അങ്ങ് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഫിർലി അബി. അറബിയിലല്ല എൻ്റെ ഉപ്പനെ പഠിപ്പിച്ചത്, മലയാളത്തിൽ. എൻ്റെ കുഞ്ഞുമോൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്തിനാ കരഞ്ഞതറിയോ? ഞാനും നാളെ മരണപ്പെടും, എന്നെയും ഇവിടെ അടക്കം ചെയ്യും. ആ സമയത്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു നല്ല കുട്ടിയാക്ക് റബ്ബേ, ഇവനെ നീ മാറ്റണമേ എന്നങ്ങ് പച്ച മലയാളത്തിൽ. എൻ്റെ പണ്ഡിതൻ പഠിപ്പിച്ചതല്ല, മദ്രസയിലൊന്നും പഠിപ്പിച്ചതല്ല. എൻ്റെ പ്രിയപ്പെട്ട പിതാവ് എനിക്ക് പ്രാക്ടിക്കലായി കാണിച്ചു തന്നതാ. അതുകൊണ്ട് ഞാനും അങ്ങ് ചെയ്തു. എൻ്റെ കുഞ്ഞുമോൻ കരഞ്ഞു. 7 വയസ്സിൽ അവൻ എന്തിനാ കരയുന്നത്? പുറത്ത് ഞാൻ ഒരുപാട് തട്ടിയിട്ട് അവൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? നാളെ ഉപ്പ മരിച്ചാൽ എനിക്ക് പിന്നെ ആരാണുള്ളത് ഉപ്പ, അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. നാളെ എന്നതിനർത്ഥം, നാളെ എന്ന കുഞ്ഞുമോൻ, ഒരു ദിവസം എന്നതിനർത്ഥം മാറിപ്പോയതാ. കുഞ്ഞുമോനെ ഇല്ലടാ എന്നാണെന്ന് എനിക്കറിയില്ലടാ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് വേണ്ടി ദുആ ചെയ്യുമോ? ചെയ്യണം, ചെയ്യും ഇൻഷാ അല്ലാഹ്. കാരണം എൻ്റെ ഉപ്പ എന്നെ അങ്ങനെ പഠിപ്പിച്ചു, ഉപ്പയുടെ ഉപ്പ അങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇതാണ് പാരന്റിങ്, ഇതാണ് കുടുംബം, ഇതാണ് നന്മ, ഇവിടെയാണ് ബർക്കത്ത്, ഇവിടെയാണ് അലമ്പും അല്ലലുമില്ലാത്ത കുടുംബത്തെ വാർത്തെടുക്കുക എന്ന് പറയുന്നത്. ഈ കുടുംബ സദസ്സിനോട് അവസാനമായി അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കുട്ടികൾ പാവം, അവർ ബബിൾഗമാ, അവർ ഏത് ഷേപ്പിലും നമുക്ക് മാറ്റാം, ഉരുട്ടാം, ഉരുളും, നീട്ടാം, വലിക്കാം, ഏത് പരത്താം. പക്ഷേ മണ്ണിലിട്ടാൽ അതിലെ മണ്ണ് കഴുകിക്കളയാൻ നിങ്ങൾക്കും എനിക്കും സാധ്യമല്ല. അതുകൊണ്ട് മണ്ണാവാതെ കാത്തു സൂക്ഷിക്കുക. കുഞ്ഞുമക്കൾക്ക് ഒരു തെറ്റും സംഭവിക്കില്ല. എല്ലാത്തിനും പടച്ച റബ്ബിന്റെ മുൻപിൽ നാളെ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ വാങ്ങിക്കൊടുത്ത മൊബൈൽ ഫോണിൽ അവർ ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും നാളെ പടച്ച റബ്ബ് ചോദിക്കും. ആ സമയത്ത് ആ കുട്ടികൾ പറയുമത്രേ, ഞാനല്ല ഇതിന്റെ ഉത്തരവാദി, എനിക്ക് കള്ളു കുടിക്കാൻ കാശ് തന്നത് എൻ്റെ ഉമ്മയാ, എനിക്ക് മദ്യപിക്കാൻ കാശ് തന്നത്, നീല ചിത്രങ്ങൾ കാണാൻ കാശ് തന്നത് എൻ്റെ ഉപ്പയാ. കൊണ്ടുവരി എൻ്റെ ഉപ്പയെയും ഉമ്മയെയും കൊണ്ടുപിടി ഈ നരകക്കുണ്ടിലേക്ക്. അവരുടെ നെഞ്ചിൽ ചവിട്ടിയിട്ടെങ്കിലും അല്പം ആശ്വാസം എനിക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ എന്നെ മോചിപ്പിച്ച് തരിയെന്ന് വാവിട്ട് കരഞ്ഞ് പറയുമത്രേ. പണ്ഡിതരുടെ വാക്കുകളാണത്. ഈ എളിവൻ പഠിച്ചിട്ടില്ല. പക്ഷേ നാളെ ഞാനും നിങ്ങളും ഇതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തന്നെ ഓർക്കുക, കുട്ടികൾക്ക് എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ കൊടുക്കരുത് എന്ന് കൃത്യമായി ഒരു അജണ്ട ഇന്ന് തന്നെ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതും നിങ്ങൾ കേട്ടതും പടച്ച റബ്ബ് ഒരു സാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ടും എൻ്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ 5 നേരത്തെ ഒരു നേരമെങ്കിലും അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ, ആ പരലോകം ആഖിറം സന്തോഷമാക്കാൻ നിങ്ങളുടെ ദുആയിൽ പങ്കുകൊള്ളിപ്പിക്കണമെന്ന വസിയത്തോടു കൂടി വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.